മോർണിംഗ്. ഈ കുറച്ച് ദിവസങ്ങളായില്ലേ നമ്മൾ കണ്ടിട്ട്. ഓക്കെ, എല്ലാവരും ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിച്ചില്ലേ? ഭക്ഷണമൊക്കെ കഴിച്ചിട്ടല്ലേ ക്ലാസ്സിൽ കയറിയിരിക്കുന്നേ? ഓക്കെ ഓക്കെ, യെസ്. മിസ് കഴിഞ്ഞ ദിവസം ഹോസ്പിറ്റലിൽ പോയിട്ടുണ്ടായിരുന്നു കേട്ടോ. മൺഡേ ആണ് ഹോസ്പിറ്റലിൽ അവിടെ കാണാൻ പറഞ്ഞത്. അപ്പോ മെഡിസിൻ ഒരാഴ്ചത്തേക്കും കൂടെ ഉള്ള മെഡിസിൻ കഴിക്കാൻ പറഞ്ഞിട്ടുണ്ട്. അലർജിയുടെ എന്തൊരു ടാബ്ലറ്റാ തന്നേക്കുന്നത്. പിന്നെ കുറച്ച് ക്ഷീണവും കാര്യങ്ങളൊക്കെ ഉണ്ട്. അത് പറഞ്ഞു കുഴപ്പമില്ല, തന്നെ മാറിക്കോളൂ. അപ്പൊ ഇലക്കറികള് അങ്ങനെ ഫുഡൊക്കെ ഒന്ന് ശ്രദ്ധിക്കുക. ഇത്രത്തോളം എത്തി വന്നതല്ലേ, അപ്പൊ അതിന്റെ കുറച്ച് ബുദ്ധിമുട്ടുകൾ ഉണ്ടാകും. ഞാൻ ഒരുപാട് സ്ട്രെയിൻ ഒന്നും ചെയ്യണ്ട, കുറച്ച് റെസ്റ്റ് എടുക്കുക, വെള്ളം നന്നായിട്ട് കുടിക്കുക, ഇലക്കറികളൊക്കെ കഴിക്കാൻ പറഞ്ഞു വിട്ടിട്ടുണ്ട്. ഓക്കെ, എന്തായാലും ഇപ്പൊ ഹെൽത്ത് ഓക്കെ ആയി വരുന്നു. പനി അങ്ങനെയൊന്നുമില്ല. പനിയൊക്കെ എന്താ പറയാ, ആ ഒരു 2 ദിവസമൊക്കെ പനി ഉണ്ടായിരുന്നുള്ളൂ. പിന്നെ ആ ടാബ്ലറ്റ്സ് ഒക്കെ കഴിച്ചിട്ട് വായിക്കൊന്നും ഒരു രസമില്ല. ഒരു ഭക്ഷണം കഴിച്ചിട്ട് ടേസ്റ്റ് ഒന്നും അറിയുന്നില്ല. പിന്നെ വലിയ പ്രശ്നമില്ല. അതായത് ഒരാഴ്ചത്തേക്ക് കൂടി മെഡിസിൻ ഉണ്ടല്ലോ, അത് കഴിയുമ്പോഴത്തേക്കും ഓക്കെ ആവുമെന്ന് വിചാരിക്കും. ഓക്കെ ഓക്കെ, എല്ലാവരും ജോയിൻ ചെയ്തു. 24 പേരായിട്ടുണ്ട് അല്ലെ? യെസ്. അപ്പൊ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ഏതാണ് മെഡിക്കൽ ഇൻഷുറൻസ് എന്ന് പറഞ്ഞ ചാപ്റ്റർ സ്റ്റാർട്ട് ചെയ്തായിരുന്നു. ഓർക്കുന്നുണ്ടോ? ഇൻഷുറൻസ്, ഹെൽത്ത് ഇൻഷുറൻസ് എന്താന്ന് പറഞ്ഞു. പിന്നെ നമ്മൾ ഇൻഷേർഡ് ആരാണ്, ആ വേർഡുകൾ നോക്കി വെക്കാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഞാൻ. ഇൻഷേർഡ് എന്ന് പറഞ്ഞ എന്താണ്? ഇസ് എ പേഴ്സൺ ഓർ ബിസിനസ് ദാറ്റ് ഗെറ്റ് കോമ്പൻസേറ്റഡ് ഇഫ് ദ ലോസ് ഒക്കേഴ്സ്. നഷ്ടം സംഭവിക്കുമ്പോൾ ആ നഷ്ടപരിഹാരം ലഭിക്കുന്ന ആള്, നമ്മൾ അതായത് ഇൻഷുറൻസ് എടുക്കുന്ന ആളില്ലേ, അതാണ് ഇൻഷേർഡ് എന്ന് പറയുന്നത്. ഇൻഷുറർ എന്ന് പറഞ്ഞ ആരാണ്? കമ്പനിയാണ്, ഇൻഷുറൻസ് കമ്പനിയാണ്. അതായത് നമുക്ക് കോമ്പൻസേഷൻ തരൂല്ലേ, ആ പൈസ തരുന്ന കമ്പനിയാണ് ഇൻഷുറർ എന്ന് പറയുന്നത്. പിന്നെ നമ്മൾ പറഞ്ഞത് പ്രീമിയം എന്താണ്? പ്രീമിയം എന്ന് പറഞ്ഞ ഏതാണ്? ആ ഇൻഷേർഡ് വ്യക്തികള് നമ്മൾ ആ കമ്പനിക്ക് കൊടുക്കുന്ന എമൗണ്ട് അല്ലെ, മന്ത്ലി. ഇപ്പൊ എത്ര രൂപയുടെ ഇൻഷുറൻസ് ആണെന്നനുസരിച്ച് മന്ത്ലി പേയ്മെന്റ് വരുമല്ലോ. അപ്പൊ മന്ത്ലി ഒക്കെ ആയിട്ട് നമ്മൾ കൊടുക്കുന്നതാണ്. ആ ഇൻഷുറൻസ് കമ്പനികൾക്ക് നമ്മൾ റെഗുലർ ആയിട്ടോ മന്ത്ലി ഒക്കെ ആയിട്ട് നമ്മൾ കൊടുക്കുന്ന ആ എമൗണ്ട് ആണ് ഏത്? പ്രീമിയം എന്ന് പറയുന്നത്. ഇത്രയും കാര്യങ്ങളല്ലേ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞത്. ഹെൽത്ത് ഇൻഷുറൻസ് പോളിസി എന്താണെന്ന് പറഞ്ഞു. ഓക്കെ, ഇനി അടുത്തതാണ് ക്ലെയിം. ക്ലെയിം എന്ന് പറയുന്നത് എന്താ? ക്ലെയിം നോക്കിയേ, എ പേഴ്സൺ റിക്വസ്റ്റ് ഫോർ പേയ്മെന്റ് ബൈ ആൻ ഇൻഷുറർ ഓഫ് എ ലോസ് കവേർഡ് ബൈ എ പോളിസി. അതായത് ഒരു പോളിസി പ്രകാരം കവർ ചെയ്ത നമുക്കുള്ള നഷ്ടം, നമുക്ക് സംഭവിക്കുന്ന നഷ്ടത്തിന് പൈസ വേണം, പേയ്മെന്റ് വേണം. എനിക്ക് സംഭവിച്ചിട്ടുള്ള നഷ്ടം, അതിനൊരു പേയ്മെന്റ് വേണം എന്ന് പറഞ്ഞുകൊണ്ട് നമ്മൾ ആ കമ്പനിക്ക് റിക്വസ്റ്റ് കൊടുക്കുക അല്ലെ. ഇപ്പൊ ഞാൻ എന്താ പറയാ, എനിക്ക് എന്തെങ്കിലും അസുഖമൊക്കെ വന്നു, ഞാൻ ഇൻഷുറൻസ് എടുത്തിട്ടുള്ള ഒരാളാണ്, എനിക്ക് അസുഖമോ കാര്യങ്ങളോ ഒക്കെ വന്നു, ആക്സിഡന്റ് അസുഖമൊക്കെ വന്ന് ഞാൻ ഹോസ്പിറ്റലൈസ്ഡ് ആണ്. അപ്പൊ ആ ഹോസ്പിറ്റലൈസ്ഡ് ആണെന്നുള്ള കാര്യം ഞാൻ കമ്പനീനെ അറിയിക്കണ്ടേ? വിത്തിൻ 24 hours ഏജന്റിനെയോ അല്ലെങ്കിൽ കമ്പനീനെയോ നമ്മൾ അറിയിക്കണം ഇങ്ങനെ ഹോസ്പിറ്റലൈസ്ഡ് ആണെന്നുള്ള കാര്യം. അപ്പൊ എന്താണ്, നമ്മൾ റിക്വസ്റ്റ് കൊടുക്കുകയാണ് അല്ലെ. ഒരുപാട് മെഡിക്കൽ എക്സ്പെൻസ് എനിക്ക് ഉണ്ടായി എന്നുള്ള കാര്യം എന്ത് ചെയ്യണം? ഞാൻ ഇൻഷുറൻസ് കമ്പനീനെ അറിയിക്കണം. അതിനെയാണ് എന്തെന്ന് പറയുന്നത്? ക്ലെയിം എന്ന് പറയുന്നത്. പേഴ്സന്റെ റിക്വസ്റ്റ് ആണ്. നമ്മൾ റിക്വസ്റ്റ് ചെയ്യൂലേ, എനിക്കിങ്ങനെ ആക്സിഡന്റ് പറ്റി, ഞാൻ ഹോസ്പിറ്റലൈസ്ഡ് ആണ്, എനിക്ക് ഇത്ര എക്സ്പെൻസ് വന്നു എന്നുള്ള കാര്യം ഞാൻ കമ്പനീനെ അറിയിക്കുകയാണ്. അപ്പോഴല്ലേ കമ്പനി എനിക്ക് ആ ഇൻഷുറൻസ് എമൗണ്ട് തരുന്നത്. അപ്പൊ ആ പേഴ്സന്റെ റിക്വസ്റ്റ് ആണ് എന്തെന്ന് പറയുന്നത്? ക്ലെയിം എന്ന് പറയുന്നത്. അണ്ടർലൈൻ ചെയ്യണം കേട്ടോ. എ പേഴ്സൺ റിക്വസ്റ്റ് ഫോർ പേയ്മെന്റ് ബൈ ആൻ ഇൻഷുറർ, അതായത് കമ്പനിയോട് നമ്മൾ റിക്വസ്റ്റ് ചെയ്യാണ്. Then അടുത്തതാണ് ഫസ്റ്റ് പാർട്ടി ക്ലെയിം. ഫസ്റ്റ് പാർട്ടി ക്ലെയിം എന്ന് വെച്ചാൽ എന്താ? ക്ലെയിം മെയ്ഡ് ടു യുവർ ഓൺ ഇൻഷുറൻസ് കമ്പനി. നമ്മുടെ ഇൻഷുറൻസ് കമ്പനിയോട് നമ്മൾ നേരിട്ട് അഭ്യർത്ഥിക്കുന്നതാണ്, ക്ലെയിം ആണ് ഇത് ഫസ്റ്റ് പാർട്ടി ക്ലെയിം എന്ന് പറയുന്നത്. അതായത് ഇപ്പൊ ഞാൻ വണ്ടി ഓടിച്ച് പോവാണ്, അപ്പൊ എനിക്കൊരു ആക്സിഡന്റ് പറ്റി. അപ്പൊ എന്താണ്, ഞാൻ ആ കാര്യം ഇൻഷുറൻസ് കമ്പനീനെ അറിയിക്കണം അല്ലെ. അപ്പൊ അവരെനിക്ക് എത്ര രൂപയാണ് ആ എക്സ്പെൻസ് ആയെന്ന് വെച്ചാൽ അത് തരും. അങ്ങനെയല്ല, അപ്പൊ നമ്മൾ നേരിട്ട് നമ്മുടെ കമ്പനിയോട് അഭ്യർത്ഥിക്കുകയാണ് ചെയ്യുന്നത്. ഫസ്റ്റ് പാർട്ടി ക്ലെയിം. ക്ലെയിം മെയ്ഡ് ടു യുവർ ഓൺ ഇൻഷുറൻസ് കമ്പനി. അണ്ടർലൈൻ ചെയ്തു കേട്ടോ. നമ്മുടെ സ്വന്തം ഇൻഷുറൻസ് കമ്പനിക്ക് നമ്മൾ നൽകിയ ക്ലെയിം, അതാണ് ഫസ്റ്റ് പാർട്ടി ക്ലെയിം.
ഇനി അടുത്തത് തേർഡ് പാർട്ടി ക്ലൈം ഉണ്ട്. തേർഡ് പാർട്ടി എന്ന് പറഞ്ഞാൽ ഇപ്പൊ 2 വീലർ എടുക്കുമ്പോൾ തേർഡ് പാർട്ടി ക്ലൈം കൂടി ഉണ്ടാവും. അതും കൂടി ഉൾപ്പെടുത്തിയിട്ട് നമുക്ക് തരുന്നേ. അതായത് ഇപ്പൊ ഞാൻ വണ്ടി ഓടിച്ചു പോകുന്നു, ഇപ്പൊ ഞാൻ വേറൊരാളെ ചെന്ന് ഞാൻ ഇടിക്കുകയാണ്, എന്റെ വണ്ടി ചെന്ന് വേറൊരാളെ ഇടിച്ചു, അയാൾക്ക് എന്തെങ്കിലും അപകടം പറ്റി, എന്റെ വണ്ടി ഇടിച്ചത് മൂലം അയാൾക്ക് അപകടം പറ്റി, അത് തേർഡ് പാർട്ടി അല്ലേ? അതായത് ഇൻഷുറൻസ് കമ്പനിയും ഞാനും, അത് കഴിഞ്ഞ് മൂന്നാമതൊരാളാണ്, അയാൾക്കാണ് അവിടെ അപകടം പറ്റിയത്. അപ്പൊ അയാൾ എന്ത് ചെയ്യണം? അപ്പൊ ഇൻഷുറൻസ് തേർഡ് പാർട്ടി ക്ലൈം ഉണ്ടെങ്കിൽ കമ്പനി എന്ത് ചെയ്യണം? എനിക്ക് എന്തെങ്കിലും പറ്റിയാൽ എനിക്കും തന്നെ അയാൾക്കും കൊടുക്കണ്ടേ, തേർഡ് പാർട്ടിക്കും കൂടി കൊടുക്കണ്ടേ, അല്ലേ? തേർഡ് പാർട്ടിക്ക് കൂടി കൊടുക്കണം. എന്റെ വണ്ടി ഇടിച്ചിട്ടാണല്ലോ അയാൾക്ക് പറ്റിയത്. അപ്പൊ എനിക്ക് എന്റെ ഇൻഷുറൻസ് കമ്പനി എനിക്ക് മാത്രം തന്നാ പോരാ, ആർക്കും കൂടി വന്ന ഞാൻ മൂലമല്ല അയാൾക്ക് അപകടം പറ്റിയത്. അപ്പൊ അയാൾക്കും കൂടി കവറേജ് കൊടുക്കേണ്ടി വരും. അതാണ് തേർഡ് പാർട്ടി ക്ലൈം എന്ന് പറയുന്നത്. അപ്പൊ വേറൊരാൾക്ക്, നമ്മുടെ വണ്ടി ഇടിച്ച് വേറൊരാൾക്ക് അപകടമൊക്കെ പറ്റുകയാണെങ്കിൽ അയാൾക്കും കൂടി നമ്മുടെ ഇൻഷുറൻസ് കമ്പനി എന്ത് ചെയ്യേണ്ടി വരും? ക്ലൈം കൊടുക്കേണ്ടി വരും. അപ്പോ മറ്റൊരാളുടെ ഇൻഷുറൻസ് കമ്പനിയോട് അയാൾ നടത്തുന്ന ക്ലൈം. തേർഡ് പാർട്ടി ഇല്ലേ, മൂന്നാമതൊരാൾക്ക് എന്താണ്? എന്റെ ഇൻഷുറൻസ് കമ്പനി അയാൾക്കും കൂടി ക്ലെയിം കൊടുക്കേണ്ടി വരില്ലേ? അപ്പൊ അയാള് കമ്പനിക്ക് കൊടുക്കുന്നതാണ് തേർഡ് പാർട്ടി. മൂന്നാമത്തെ ഒരാള് എന്റെ ഇൻഷുറൻസ് കമ്പനിയോട് നടത്തുന്ന ക്ലെയിം ആണ് തേർഡ് പാർട്ടി ക്ലെയിം എന്ന് പറയുന്നത്. ഓക്കെ, ക്ലെയിം മെയ്ഡ് ബൈ വൺ പേഴ്സൺ അഗൈൻസ്റ്റ് അനദർ പേഴ്സൺസ് കമ്പനി. മറ്റൊരു ഇൻഷുറൻസ് കമ്പനിക്ക് എതിരായിട്ട് വേറൊരു വ്യക്തി കൊടുക്കുന്ന ക്ലെയിം ആണ് തേർഡ് പാർട്ടി ക്ലെയിം. ക്ലിയർ ആവുന്നില്ലേ പറയണേ? ഇതൊക്കെ ബേസിക് ആയിട്ട് നമ്മൾ മനസ്സിലാക്കി വെച്ചിരുന്ന കുഞ്ഞു കുഞ്ഞു കാര്യങ്ങളാണ് കേട്ടോ. ഇനി അടുത്തതാണ് എക്സ്ക്ലൂഷൻ. എക്സ്ക്ലൂഷൻ എന്ന് പറഞ്ഞാൽ എന്താ? ഒഴിവാക്കുക. Exclusion. Specific condition or circumstances enlisted in the policy that are not covered by the policy risk, the possibility of loss. അതായത് എക്സ്ക്ലൂഷൻ എന്ന് പറഞ്ഞാൽ ഒഴിവാക്കുക എന്നുള്ളതാണ്. അതായത് പോളിസിയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്ന എന്നാൽ പോളിസിയുടെ റിസ്കിൽ ഉൾപ്പെടുത്താത്തതുമായിട്ടുള്ള ഒരു കവറേജ്, അതായത് ഇൻഷുറൻസ് കവറേജ് ലഭിക്കാത്ത പ്രത്യേക സാഹചര്യങ്ങളെയും രോഗങ്ങളെയുമാണ് എക്സ്ക്ലൂഷൻ എന്ന് പറയുന്നത്. എക്സ്ക്ലൂഡ് ചെയ്യുക, അതായത് ഇൻഷുറൻസിന്റെ കവറേജ് അതിന്റെ ലിസ്റ്റിൽ നിന്ന് മാറ്റി നിർത്തിയിരിക്കുന്ന കാര്യങ്ങൾ. ഇൻഷുറൻസിന്റെ ആ കവറേജ് ഇപ്പൊ എല്ലാ രോഗങ്ങൾക്കും ഒന്നും കിട്ടില്ല അല്ലെ? ചിലത് എക്സ്ക്ലൂഡ് ചെയ്തിട്ടുണ്ട്, ഒഴിവാക്കിയിട്ടുണ്ട്, ആ രോഗങ്ങൾക്ക് ഉണ്ടാവില്ല. അല്ലാതെ ഉള്ളതാണ് എന്താ പറഞ്ഞേക്കുന്നത്. ഇൻഷുറൻസ് കവറേജ് ലഭിക്കാത്ത പ്രത്യേക സാഹചര്യങ്ങളെയും രോഗങ്ങളെയുമാണ് എന്ത്? എക്സ്ക്ലൂഷൻ എന്ന് പറയുന്നത്. That are not covered by the policy risk, the possibility of loss covered by the policy risk. കവർ ചെയ്യുന്നില്ല, ചില രോഗങ്ങൾ എന്ത് ചെയ്യുന്നില്ല? കവർ ചെയ്യുന്നില്ല. അതാണ് എക്സ്ക്ലൂഷൻ, ഒഴിവാക്കി നിർത്തിയിരിക്കുന്നത്. ഇപ്പൊ നമ്മൾ ചില സാഹചര്യങ്ങൾ, ഇപ്പൊ 1 ലക്ഷം രൂപ വരെയുള്ള കവറേജ് ഉണ്ട്. ഇനി 1 ലക്ഷം രൂപ കൂടുതൽ നമുക്ക് ചെലവ് വരികയാണെങ്കിൽ അത് നമ്മൾ കൊടുക്കേണ്ടി വരും. അത് എക്സ്ക്ലൂഷൻ ആണ്, എക്സ്ക്ലൂഡ് ചെയ്തേക്കുന്നത്. ആ ഇൻഷുറൻസ് കവറേജിൽ അവർ പറയുന്നുണ്ട് എത്ര? 1 ലക്ഷം രൂപ വരെയുള്ള എക്സ്പെൻസ് കമ്പനി തരും, ഇൻഷുറൻസ് കമ്പനി തരും. അത് കഴിഞ്ഞ് പൈസ വരികയാണെങ്കിൽ അത് നമ്മൾ നമ്മുടെ കയ്യിൽ നിന്ന് എടുക്കേണ്ടി വരും. ചില രോഗങ്ങൾ ഇതുപോലെ തന്നെ, ചില രോഗങ്ങൾക്ക് ഇൻഷുറൻസ് കവറേജ് ലഭിക്കില്ല. അതാണ് വണ്ടി ഇടിച്ചാൽ മരിച്ചത് കാറാണ് ടോണിയ. അത് ഇൻഷുറൻസ് എന്തെങ്കിലും കിട്ടിയോ? എന്നിട്ട് കിട്ടിയിട്ടുണ്ടാവുമല്ലോ. യെസ്, എന്റെ അമ്മായിയുടെ മോൻ, അതിപ്പോ എത്ര വർഷമായി? ഒരു 10-18 വർഷത്തോളമായി. ആള് 2 വീലറിൽ പോവായിരുന്നു, അമ്പലത്തിൽ പോയിട്ട് വന്നതാ, തിരിച്ച് വീട്ടിലേക്ക് പോകുന്നത്. അപ്പൊ ഫ്രണ്ടും ഉണ്ടായിരുന്നു, ചേട്ടനും ഉണ്ടായിരുന്നു. ചേട്ടനായിരുന്നു വണ്ടി ഓടിച്ചത്. അപ്പൊ നേരെ പ്രൈവറ്റ് ബസ് വന്നിട്ട് ഇടിച്ചു. കുറെ നാള് കേസും കാര്യങ്ങളൊക്കെ ആയിരുന്നു. ഇപ്പൊ എത്രയാണ്? ഇപ്പൊ 18 വർഷം മുന്നുള്ള കാര്യമാന്ന് വിചാരിക്കണം. ഇപ്പൊ ഒരു 2 വർഷത്തോളമായി ഇൻഷുറൻസ് എമൗണ്ട് കിട്ടിയിട്ട്. ഒറ്റ ലംപ് സമ്മാണ്, ഒറ്റ തുകയായിട്ട് ഇത്ര രൂപ. എത്രയാണ്? 4 ലക്ഷം രൂപയോ എത്രയാണെന്ന് തോന്നുന്നത് ആ ഇൻഷുറൻസ് കിട്ടിയത്. ഓക്കെ, നമ്മളിവിടെ എക്സ്ക്ലൂഷൻ എന്ന് പറഞ്ഞാൽ എന്താ? ഒഴിവാക്കി നിർത്തിയിരിക്കുന്ന കാര്യമാണ് കേട്ടോ. അതായത് ചില രോഗങ്ങളോ ചില സാഹചര്യങ്ങളോ നമ്മുടെ പോളിസിയിൽ കവർ ചെയ്തില്ല, ആ ഹെൽത്ത് ഇൻഷുറൻസ് പോളിസി കവറേജ് കൊടുക്കുന്നില്ല, അങ്ങനെ മാറ്റി നിർത്തിയിരിക്കുന്നതിനാണ് എക്സ്ക്ലൂഷൻ എന്ന് പറയുന്നത്.
ഇനി അടുത്ത് നോക്കിയേ, ഹെൽത്ത് ഇൻഷുറൻസ് ഇസ്. അപ്പൊ അത് ക്ലെയിം, ഫസ്റ്റ് പാർട്ടി ക്ലെയിം, തേർഡ് പാർട്ടി ക്ലെയിം, അത് മൂന്നൊന്ന് നോട്ട് ചെയ്തോളാം കേട്ടോ. Then, health insurance is a type of insurance coverage that covers the cost of an insured individual's എന്തൊക്കെയാണ് മെഡിക്കൽ ആൻഡ് സർജിക്കൽ എക്സ്പെൻസ്. ഇവിടെ എന്താണ് മെഡിക്കൽ ചികിത്സാ സംബന്ധമായിട്ടുള്ള സർജിക്കൽ എക്സ്പെൻസ്. ഇനിയിപ്പോ എന്തെങ്കിലും സർജറിയോ കാര്യങ്ങളോ ഒക്കെ ചെയ്യേണ്ടി വരികയാണെങ്കിൽ അതിനൊരുപാട് രൂപ ചെലവാകുമല്ലോ. അപ്പൊ അങ്ങനെ ഉൾപ്പെടെയുള്ള മെഡിക്കൽ, സർജിക്കൽ തുടങ്ങിയ ചെലവുകൾ ഉൾപ്പെടെ വരുന്ന ഒരു ഇൻഷുറൻസ് പരിരക്ഷയാണ് ഏത് ഹെൽത്ത് ഇൻഷുറൻസ് എന്ന് പറയുന്നത്. is a type of insurance coverage that cost of an insured. Insured എന്ന് പറഞ്ഞ ഇൻഷുറൻസ് എടുത്ത ആള് അല്ലെ, അയാൾക്ക് വരുന്ന ചെലവ്, മെഡിക്കൽ സർജിക്കൽ എക്സ്പെൻസുകള്, അത് കവറേജ് കൊടുക്കുന്ന ഒരു തരം ഇൻഷുറൻസ് കവറേജ് ആണ് ഹെൽത്ത് ഇൻഷുറൻസ് എന്ന് പറയുന്നത്. അതും ഒന്ന് അണ്ടർലൈൻ ചെയ്തോ കേട്ടോ. Dash is a type of insurance coverage എന്ന് പറഞ്ഞ സെന്റൻസ്. ഇനി അടുത്തതാണ് മെഡിക്ലൈം ഇൻഷുറൻസ്. ഹെൽത്ത് ഇൻഷുറൻസ് ഉണ്ട്, മെഡിക്ലൈം ഇൻഷുറൻസ് ഉണ്ട്, അങ്ങനെ പല ടൈപ്പ് ഉണ്ടല്ലോ. മെഡിക്ലൈം ഇൻഷുറൻസ് എന്ന് പറഞ്ഞാൽ എന്താ? ഈസ് എ കവർ വിച്ച് ലുക്ക് ആഫ്റ്റർ ദ ഹോസ്പിറ്റലൈസേഷൻ എക്സ്പെൻസ്. ഹോസ്പിറ്റലൈസ്ഡ് ആവുകയാണെങ്കിൽ അതിന്റെ എക്സ്പെൻസ് തരും ബേസ്ഡ് ഓൺ മാക്സിമം സം ഇൻഷുർഡ് ഓഫ് എ ഇൻഷുർഡ് വിത്ത് റിഗാർഡ് ടു ഫോളോയിങ് സിറ്റുവേഷൻസ്. ഇവിടെ കുറച്ച് സിറ്റുവേഷൻസ് പറയുന്നുണ്ട്. അതിനെ ബേസ് ചെയ്തിട്ട് നമ്മൾ ഹോസ്പിറ്റലൈസ്ഡ് ആവുകയാണെങ്കിൽ എന്ത് തരും? ആ ഹോസ്പിറ്റലൈസേഷൻ കവറേജ് തരും. അതാണ് മെഡിക്ലൈം ഇൻഷുറൻസ് എന്ന് പറയുന്നത്. എന്താ എന്തെങ്കിലും മെഡിക്ലൈം? അപ്പൊ ഇൻഷുറൻസ് ചെയ്ത എത്ര രൂപയ്ക്കാണ് നമ്മൾ ആ ഇൻഷുറൻസ് എടുത്തേക്കുന്നത്? പ്രീമിയം ഇവിടെ തമ്പിട്ടുണ്ട്. അതായത് ഇൻഷുർഡ് ചെയ്ത വ്യക്തി അവർക്കുടെ ആ എമൗണ്ട് പരമാവധി എത്രയാണ് ഇൻഷുർഡ് ചെയ്തേക്കുന്നത് അതിനെ അടിസ്ഥാനമാക്കിയിട്ട് ഹോസ്പിറ്റലൈസേഷൻ എക്സ്പെൻസ് തരും. അതൊക്കെയാണ് ഒരു മെഡിക്ലൈം ഇൻഷുറൻസിന്റെ കവറേജിൽ വന്നത്. ആ 3 കാര്യങ്ങളൊന്ന് നോട്ട് ചെയ്തോട്ടോ. എന്തിനൊക്കെ ഈ മെഡിക്ലൈം ഇൻഷുറൻസ് കവറേജ് തരും? ഒന്നാമത്തെ ഇൻ ദ ഇവന്റ് ഓഫ് എ സഡൻ ഇൽനെസ്. പെട്ടെന്ന് വരുന്ന രോഗങ്ങൾ, പെട്ടെന്ന് ഉണ്ടാകുന്ന രോഗങ്ങൾക്ക് കവറേജ് തരും. ഇനി ഇൻ ദ ഇവന്റ് ഓഫ് ആൻ ആക്സിഡന്റ്. ആക്സിഡന്റ് പെട്ടെന്ന് സംഭവിക്കുന്നതല്ലേ, അപ്പൊ പെട്ടെന്ന് നമുക്ക് വരുന്ന ആക്സിഡന്റുകൾ അതിനും കവറേജ് തരും. ഏത്? മെഡിക്ലൈം ഇൻഷുറൻസ് കവറേജ് തരും. പിന്നെയോ ഇൻ ദ കേസ് ഓഫ് എനി സർജറി. ഇനി എന്തെങ്കിലും സർജറികളൊക്കെ ചെയ്യുകയാണെങ്കിൽ റിക്വയർഡ് റെസ്പെക്ട് ഓഫ് എനി ഡിസീസ് വിച്ച് ഹാസ് അറൈസ്ഡ് ഡ്യൂറിംഗ് ദ പോളിസി പീരീഡ്. ആ നമ്മുടെ പോളിസി പീരീഡില് ഉണ്ടാകുന്ന രോഗങ്ങള് അതുമായിട്ട് ബന്ധപ്പെട്ട് എന്തെങ്കിലും സർജറിയോ കാര്യങ്ങളോ ഒക്കെ വരികയാണെങ്കിൽ അതിനും എന്ത് ചെയ്യും? കവറേജ് തരും. അപ്പൊ മെഡിക്ലൈം ഇൻഷുറൻസ് താഴെ പറയുന്ന ഈ സിറ്റുവേഷൻസിന് എന്താണ്? ഹോസ്പിറ്റലൈസേഷൻ എക്സ്പെൻസ് തരും. ഏതൊക്കെ സിറ്റുവേഷൻ ആണ് നോക്കിയേ? സഡൻ ഇൽനെസ്, പെട്ടെന്ന് ഉണ്ടാകുന്ന രോഗങ്ങള്, ആക്സിഡന്റ്, പിന്നെ എന്തെങ്കിലും സർജറി. നമ്മൾ ആ പോളിസി കാലയളവിൽ ഉണ്ടാകുന്ന ആവിർഭവിക്കുന്ന എന്തെങ്കിലും രോഗങ്ങളുമായി ബന്ധപ്പെട്ട് വരുന്ന സർജറികള് അതിനും എന്ത് തരും? കവറേജ് തരും. ക്ലിയർ അല്ലേ? അത് 3 പോയിന്റ്സ് ആയിട്ട് കൊടുത്തേക്കുന്നത് ഒന്ന് നോക്കി വെച്ചോട്ടോ. ഇനി ഇവിടെ ഉണ്ടല്ലോ ഇൻഷുറൻസ് ഫേംസ് ഇൻ ഇന്ത്യ. ഇന്ത്യയിലെ കുറച്ച് ഇൻഷുറൻസ് സ്ഥാപനങ്ങളാണ്. പേര് മാത്രം പഠിച്ചു വെച്ചാൽ മതി കേട്ടോ. മേജർ 1 പ്രധാനപ്പെട്ട കുറച്ച് ഇൻഷുറൻസ് സ്ഥാപനങ്ങളാണ് ഇന്ത്യയിലെ. കേട്ടിട്ടുണ്ടോ ഈ പേരുകളൊക്കെ? നോക്കിയേ. അവൈവ ലൈഫ് ഇൻഷുറൻസ്, അവൈവ ലൈഫ് ഇൻഷുറൻസ്, ബജാജ് അലയൻസ്, ഭാരതി ആക്സ, ICICI പ്രൊഡൻഷ്യൽ, മാക്സ് ന്യൂയോർക്ക്, മെറ്റ് ലൈഫ് ഇന്ത്യ. ഇതൊക്കെ ഇന്ത്യയിലെ പ്രധാനപ്പെട്ട കുറച്ച് ഇൻഷുറൻസ് സ്ഥാപനങ്ങളാണ്, ഇൻഷുറൻസ് ഫേംസ് ആണ് കേട്ടോ. പേരുകൾ നോക്കി വെച്ചോട്ടോ. അവൈവ ലൈഫ് ഇൻഷുറൻസ്, ബജാജ് അലയൻസ്, ഭാരതി ആക്സ, ICICI പ്രൊഡൻഷ്യൽ, അത് കേട്ടിട്ടുണ്ട് അല്ലെ? ഓക്കെ. ഭാരതി ആക്സ, ICICI പ്രൊഡൻഷ്യൽ, മാക്സ് ന്യൂയോർക്ക്, മെറ്റ് ലൈഫ് ഇൻ ഇന്ത്യ. ഇൻഷുറൻസ് ഫേംസിൽ ഇൻക്ലൂഡ് ചെയ്യുന്നതാണോ അല്ലയോ എന്നൊക്കെ ചോദിച്ചോ ജസ്റ്റ് ഒന്ന് ഏതാ ഭാഗത്തിന് ഒന്ന് നോക്കി വെച്ചാൽ മതി കേട്ടോ. ഇനി നോക്കിയേ അഡ്വാൻറ്റേജ്.
എന്തൊക്കെയാണ് ഒരു ഹെൽത്ത് ഇൻഷുറൻസ് സ്കീമിന്റെ അഡ്വാൻറ്റേജ്? നോട്ട് ചെയ്തോട്ടോ. അഡ്വാൻറ്റേജ് എന്താ നമുക്കറിയാവുന്ന പോയിന്റ്സ് തന്നെയാ. എന്തൊക്കെയാണ് നമ്മളൊരു ഹെൽത്ത് ഇൻഷുറൻസ് എടുക്കുന്നത് കൊണ്ട് നമുക്കുള്ള ഗുണങ്ങൾ എന്തൊക്കെയാ? ഒന്നാമത്തെ നോക്കിയേ, ഡയറക്റ്റ് ഔട്ട് ഓഫ് പോക്കറ്റ് പേയ്മെന്റ് റിസൾട്ട് ഇൻ എ ഫിനാൻഷ്യൽ ക്രൈസിസ്, അസസിംഗ് ഹെൽത്ത് കെയർ. അല്ലെ, നമുക്കിപ്പോ ഒരു പെട്ടെന്ന് ഒരു അപകടം പറ്റി, രോഗം വന്നു, നമ്മുടെ പോക്കറ്റിൽ നിന്ന് പൈസ എടുക്കുമ്പോൾ നമുക്ക് സാമ്പത്തികമായിട്ട് ഒരു പ്രതിസന്ധി ഉണ്ടാവില്ലേ? നമ്മുടെ കയ്യിൽ നിന്ന് നേരിട്ട് പണം എടുക്കുമ്പോൾ വലിയൊരു എമൗണ്ട് നമ്മൾ പ്രതീക്ഷിക്കാതെ, ഇപ്പൊ പെട്ടെന്ന് ഒരു അസുഖം വന്ന് ഒരു സർജറി ചെയ്തു, 4 ലക്ഷം രൂപയായി. നേരെ നമ്മുടെ കയ്യിൽ നിന്ന് 4 ലക്ഷം രൂപ, നമ്മൾ ചിലപ്പോ അത്രയും കാലം സമ്പാദിച്ചത് ഒരു കൂട്ടി ബാങ്കിൽ ചിലപ്പോ എങ്ങാനും മിച്ചം വെച്ചൊക്കെ ഇട്ടേക്കുന്ന രൂപയായിരിക്കും. അപ്പോഴാണ് ഇങ്ങനെ ഒരു അസുഖം വരുന്നത്. ആ 4 ലക്ഷം രൂപ ഒരുമിച്ച് നമ്മൾ അവിടെ വിഡ്രോ ചെയ്തു, നമുക്ക് സാമ്പത്തിക ബുദ്ധിമുട്ടുണ്ടായില്ലേ? അല്ലെ, ഫിനാൻഷ്യൽ ക്രൈസിസ് വരും. എന്നാ ഇൻഷുറൻസ് ഉണ്ടെങ്കിലോ, ഇൻഷുറൻസ് കവറേജ് പെർമിറ്റ് എ പൂർ പേഷ്യന്റ് ടു അസസ് ഹൈലി കോസ്റ്റ്ലി ഹെൽത്ത് കെയർ സർവീസ്. അതാണ് ഒന്നാമത്തെ പോയിന്റ്. പൂർ പേഷ്യന്റ് ടു അസസ് ഹൈലി കോസ്റ്റ്ലി ഹെൽത്ത് സർവീസ്. എന്ന പാവപ്പെട്ട ആളുകളെ സംബന്ധിച്ചോ ഈ 4 ലക്ഷം രൂപയൊക്കെ പെട്ടെന്ന് എടുക്കാനുണ്ടാവോ? നല്ല ഹെൽത്ത് കെയർ സർവീസ് കിട്ടണമെങ്കിൽ നമ്മൾ അതുപോലെ പൈസ ആവില്ലേ? അപ്പൊ പാവപ്പെട്ട ഒരാൾ അന്നന്ന് ജോലിക്ക് പോയി ജീവിക്കുന്ന ഒരാളെ സംബന്ധിച്ച് ഇവർക്ക് ഇത്രയും വലിയൊരു ഹെൽത്ത് കെയർ സർവീസ്, ഹൈ കോസ്റ്റ്ലി ഹെൽത്ത് കെയർ സർവീസ് കിട്ടുമോ? ചെയ്യാൻ പറ്റുമോ? പൈസ ഇല്ലെങ്കിൽ നമ്മൾ എന്തെങ്കിലും ചെറുതാക്കിയല്ലേ ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോ അത് ഇൻഷുറൻസ് ഉണ്ടെങ്കിൽ നമ്മൾ വിഷമിക്കണ്ട. ചാപ്റ്റർ ഒന്നാമത്തെ ചാപ്റ്റർ കേട്ടോ, 4th മൊഡ്യൂളിലെ ഫസ്റ്റ് ചാപ്റ്റർ ആണ് മെഡിക്കൽ ഇൻഷുറൻസ്. ഒന്നാമത്തെ പോയിന്റ് എന്താ? അഡ്വാൻറ്റേജ് എന്താ? പാവപ്പെട്ട ആളുകൾക്കും ഹൈലി കോസ്റ്റ്ലി ഹെൽത്ത് സർവീസ് കിട്ടും, അനുവദിക്കും. ഒരു ഇൻഷുറൻസ് ഉണ്ടെങ്കിൽ പേടിക്കണ്ടല്ലോ. ഇൻഷുറൻസ് ഉണ്ടെങ്കിൽ നമ്മൾക്ക് എത്ര രൂപ വന്നാലും നമ്മൾ എത്രയാണോ നമ്മൾ ആ എമൗണ്ട്, ഇൻഷുറൻസ് എമൗണ്ട് എത്രയാണോ അതിനനുസരിച്ച് നമുക്ക് പൈസ കിട്ടൂലേ? അപ്പോ പാവപ്പെട്ടതാണെങ്കിലും നമുക്ക് നല്ലൊരു ഹെൽത്ത് കെയർ സർവീസ് കിട്ടൂലേ? ഇൻഷുറൻസ് ഉണ്ടെങ്കിൽ നമ്മുടെ കയ്യിൽ പൈസ കൊടുക്കണ്ടല്ലോ. നമ്മുടെ പ്രീമിയം ആയിട്ട് കുറച്ച് എമൗണ്ട് നമ്മൾ അടയ്ക്കുന്നുണ്ട്. ഓക്കെ, അത് മന്ത്ലി ചിലപ്പോൾ 1000 രൂപ അങ്ങനെയൊക്കെ വെച്ചിട്ട് അടയ്ക്കുന്നുണ്ടാവും. എന്നാലും നമുക്ക് ഇത്രയും രൂപ ഇൻഷുറൻസ് ഉള്ളവർക്ക് അറിയാൻ പറ്റും അല്ലെ? നമ്മുടെ ബില്ലും കാര്യങ്ങളും ഒക്കെ സെറ്റ് ചെയ്ത് കൊടുത്താൽ മതി, നമുക്ക് ആ ഹോസ്പിറ്റലായിട്ടുള്ള പൈസ ഇൻഷുറൻസ് കമ്പനി തരും ഇല്ലേ? ഓക്കെ, അപ്പൊ ഒന്നാമത്തെ പോയിന്റ് എന്താ? പാവപ്പെട്ട ആളുകൾക്ക് കോസ്റ്റ്ലി ഹെൽത്ത് കെയർ സർവീസ്, അതിലേക്കുള്ള പ്രവേശനം അത് അനുവദിക്കും. ഒരു അഡ്വാൻറ്റേജ് ആണ്. രണ്ടാമത്തെ നോക്കിയേ, കോസ്റ്റ്ലി ഹെൽത്ത് കെയർ സർവീസസ് ആർ സെൻഡിങ് ഫാമിലി ടു പോവർട്ടി. അല്ലെ, വലിയ എന്താ പറയാ, എത്ര പൈസ ഉള്ളവരായിക്കോട്ടെ, അസുഖങ്ങൾ വന്നാ നമ്മുടെ കാര്യം തീർന്നല്ലേ? അപ്പൊ അങ്ങനെ അസുഖങ്ങൾ വരുമ്പോ എന്നും ഒരുപാട് പൈസ, മെഡിസിനും കാര്യങ്ങളും ഒക്കെ ആകുമ്പോ ജോലിക്കും പോകാൻ പറ്റില്ല. അങ്ങനെ വരുമ്പോ ദാരിദ്ര്യത്തിലേക്ക് വരൂലേ? അല്ലേ? അങ്ങനെ കോസ്റ്റ്ലി വലിയ ഹെൽത്ത്, ഒരുപാട് ഓരോ ദിവസവും കുറെ രൂപയുടെ മരുന്നൊക്കെ മേടിക്കേണ്ടി വരുമ്പോൾ നമ്മൾ സ്വാഭാവികമായിട്ട് ആ ഫാമിലിയിലെ ദാരിദ്ര്യത്തിലേക്ക് തള്ളിവിടും. മെഡിക്കൽ ഇൻഷുറൻസ് എന്ത് ചെയ്യുന്നു? ക്യാൻ അവോയ്ഡ് ദിസ് സിറ്റുവേഷൻ. ആ ഒരു സാഹചര്യത്തെ മെഡിക്കൽ ഇൻഷുറൻസ് ഒഴിവാക്കുന്നു. പോവർട്ടി, ദാരിദ്ര്യം എന്നുള്ള ആ ഒരു കാര്യം, ആ ഒരു സിറ്റുവേഷനെ മെഡിക്കൽ ഇൻഷുറൻസ് അല്ലെങ്കിൽ ഹെൽത്ത് ഇൻഷുറൻസ് അവോയ്ഡ് ചെയ്യുന്നു, ഒഴിവാക്കുന്നു. മൂന്നാമത്തെ പോയിന്റ് എന്താ? മെഡിക്കൽ ഇൻഷുറൻസ് കവറേജ് പെർമിറ്റ് പേഷ്യന്റ് ഫോർ നെഗോഷിയേഷൻ. എന്തിന്? നെഗോഷിയേഷന് പേഷ്യന്റിനെ അനുവദിക്കുന്നു. എന്ന് വെച്ചാൽ എന്താ? ഇൻഷുറൻസ് കമ്പനിയുമായിട്ട് നമുക്ക് ചർച്ച ചെയ്തിട്ട് തീരുമാനം എടുക്കാം. അല്ലാതെ നമ്മൾ അടിച്ചേൽപ്പിക്കുന്ന കാര്യമല്ലല്ലോ. നമ്മൾ ഏതൊക്കെയാണ് കാര്യങ്ങളൊക്കെ വളരെ ഡീറ്റെയിൽ ആയിട്ട് ചോദിച്ച് മനസ്സിലാക്കിയിട്ട് നമുക്ക് അഫോർഡബിൾ ആയിട്ടുള്ള ക്ലെയിം ഏതാണെന്നൊക്കെ നോക്കിയിട്ട് നമ്മൾ അങ്ങനെ ഇൻഷുറൻസ് കവറേജ് ഏതാണെന്നൊക്കെ നോക്കി നമുക്ക് അവരുമായിട്ട് ചർച്ചകൾ നടത്തിയിട്ട് നമുക്ക് നെഗോഷിയേഷനുള്ള ഒരു ഇത് കൊടുക്കുന്നുണ്ട്. ഇതാണ് മെഡിക്കൽ ഇൻഷുറൻസ് കവറേജ് പെർമിറ്റ് പേഷ്യന്റ് ഫോർ നെഗോഷിയേഷൻ. ഇൻഷുറൻസ് കമ്പനിയുമായിട്ട് ചർച്ച ചെയ്ത് തീരുമാനങ്ങൾ എടുക്കാൻ പറ്റും. അതിനുള്ള ഒരു ഇത് കൊടുക്കുന്നുണ്ട്. Then അടുത്ത പോയിന്റ് എന്താ? ഹെൽത്ത് ഇൻഷുറൻസ് പ്രൊട്ടക്ട് യു ഫ്രം ഹൈ അൺഎക്സ്പെക്ടഡ് കോസ്റ്റ്. ഇനി നമ്മളിത് പ്രതീക്ഷിക്കാതെ വരുന്ന ചെലവല്ലേ, അപ്രതീക്ഷിതമായിട്ട് വരുന്ന കോസ്റ്റ് എന്ത് ചെയ്യുന്നു? അതിനെ സംരക്ഷിക്കുന്നു.
പെട്ടെന്നല്ലേ ഇപ്പൊ ഒരു ആക്സിഡന്റ്, ഇന്ന് രാവിലെ ഒരു ആക്സിഡന്റ് പറ്റി, പെട്ടെന്ന് ഒരു 10 ലക്ഷം രൂപയായി. ഇത് നമുക്ക് വിചാരിക്കാൻ പറ്റണല്ല. ഒരു ഇൻഷുറൻസ് ഉണ്ടെങ്കിൽ നമുക്ക് അങ്ങനെ അപ്രതീക്ഷിതമായിട്ട് വരുന്ന ചെലവുകള് അതിനെ സംരക്ഷിക്കാൻ പറ്റും. അടുത്ത നോക്കിയേ, ക്വാളിറ്റി ട്രീറ്റ്മെന്റ് വിൽ ബി മെയ്ഡ് അഫോർഡബിൾ. ഇനി ഇൻഷുറൻസ് ഉണ്ടെങ്കിൽ നല്ല ക്വാളിറ്റി ട്രീറ്റ്മെന്റ് നമുക്ക് താങ്ങാവുന്ന രീതിയിലാവൂലേ? ഇൻഷുറൻസ് ഒന്നുമില്ല, നമ്മുടെ കയ്യിൽ നിന്ന് പൈസ എടുക്കണമെങ്കിൽ ചിലപ്പോ കോസ്റ്റ്ലി ആയിട്ടുള്ള ട്രീറ്റ്മെന്റ് ഒന്നും ചിലപ്പോ നമുക്ക് ചെയ്യാൻ പറ്റിയെന്ന് വരില്ല. എന്നാൽ ഇൻഷുറൻസ് ഉണ്ടെങ്കിൽ നമുക്ക് പേടിക്കേണ്ട. ഇങ്ങനെയുള്ള ക്വാളിറ്റി ട്രീറ്റ്മെന്റ് എങ്ങനെയാ മെയ്ഡ് ബി അഫോർഡബിൾ. അഫോർഡബിൾ എന്ന് പറഞ്ഞാൽ താങ്ങാവുന്ന രീതിയിൽ നമുക്ക് അഫോർഡബിൾ ആകും. ലാസ്റ്റ് എന്താ, ടാക്സ് ബെനിഫിറ്റ് ഉണ്ട്. ഇൻഷുറൻസ് പ്രീമിയങ്ങളില് നികുതി ഇതുണ്ട്, ടാക്സോ കാര്യങ്ങളോ അങ്ങനെയില്ല, ടാക്സ് ബെനിഫിറ്റ് ഉണ്ട്. ടാക്സ് എന്ന് പറയുന്ന ഒരു ഇത് വന്നില്ല, നികുതി കിഴിവ് നമുക്ക് ലഭിക്കുന്നുണ്ട്. ഹെൽത്ത് ഇൻഷുറൻസ് പ്രീമിയങ്ങളില് ടാക്സ് ബെനിഫിറ്റ് നമുക്ക് കിട്ടുന്നുണ്ട്. ഓക്കെ ആണോ നോക്കി, അഡ്വാൻറ്റേജ് ബൈ ഹാർട്ട് ചെയ്യണ്ട കേട്ടോ, ജസ്റ്റ് ഒന്ന് വായിച്ചു വെച്ചാൽ മതി, കാര്യങ്ങളൊന്ന് മനസ്സിലാക്കി വെക്കാം. ആർക്കെങ്കിലും പോയിന്റ്സ് മനസ്സിലാവാത്തയുണ്ടോ? ഹൈലി കോസ്റ്റ്ലി സർവീസ് നമുക്ക് പെട്ടെന്ന് പാവപ്പെട്ട ആളുകൾക്ക് അനുവദിക്കുന്നു. കോസ്റ്റ്ലി ഹെൽത്ത് കെയർ സർവീസസ് ദാരിദ്ര്യത്തിലേക്ക് തള്ളിവിടും. ഇൻഷുറൻസ് അതിനെ ഒഴിവാക്കും. പിന്നെ അതുപോലെ നെഗോഷിയേഷൻ, ഇൻഷുറൻസ് കമ്പനിയുമായിട്ട് ചർച്ച നടത്താനുള്ളത് അനുവദിക്കുന്നുണ്ട്. അൺഎക്സ്പെക്റ്റഡ് ആയിട്ടുള്ള കോസ്റ്റിനെ സംരക്ഷിക്കുന്നുണ്ട് ഹെൽത്ത് ഇൻഷുറൻസ്. പിന്നെ നമുക്ക് നല്ല ക്വാളിറ്റി ട്രീറ്റ്മെന്റ് നമുക്ക് താങ്ങാൻ പറ്റുന്ന രീതിയിലായിരിക്കും. ടാക്സ് ബെനിഫിറ്റ് ഉണ്ട്. പ്രീമിയത്തിലൊന്നും നമുക്ക് ഇൻഷുറൻസ് പ്രീമിയങ്ങളിൽ ടാക്സ് ബെനിഫിറ്റ് കിട്ടുന്നുണ്ട്. ഓക്കെ അല്ലേ മക്കളെ എല്ലാവർക്കും? ഓക്കെ, ഇനി നോക്കിയേ, എക്സ്പെൻസസ് കവേർഡ് ബൈ ഹെൽത്ത് ഇൻഷുറൻസ്. ഒരു ഹെൽത്ത് ഇൻഷുറൻസില് നമ്മൾ കവർ ചെയ്യുന്ന എക്സ്പെൻസുകൾ, എന്തിനൊക്കെയുള്ള ചെലവുകള് എക്സ്പെൻസ് നമുക്ക് കിട്ടും. ഒരു ഇൻഷുറൻസ് എടുത്തു കഴിഞ്ഞാൽ പല ഇൻഷുറൻസ് ഉണ്ട് കേട്ടോ. അപ്പൊ അതിനകത്ത് ഓരോന്നും അവരുടേതായ കാര്യങ്ങൾ പറയുന്നുണ്ട്. അവർ കവറേജ് കൊടുക്കുന്ന രോഗങ്ങള്, എന്തൊക്കെ രോഗങ്ങൾക്ക് കിട്ടും എന്നുള്ളതൊക്കെ ഡീറ്റെയിൽ നമ്മൾ ആ ഇൻഷുറൻസ് എടുക്കുന്നതിന് മുന്നേ നമ്മൾ ഏത് ഇൻഷുറൻസ് എടുക്കുക, എങ്ങനെയാണെന്നുള്ള കാര്യങ്ങളൊക്കെ മനസ്സിലാക്കണം. ഇപ്പോ നമുക്ക് ഹെൽത്ത് ഇൻഷുറൻസ് കവറേജ് തരുന്ന എക്സ്പെൻസുകൾ, ചെലവില് ഒരു ഹെൽത്ത് ഇൻഷുറൻസ് എടുക്കുന്ന ആളുകൾക്ക് എന്തിനൊക്കെ ഉള്ള പൈസ കിട്ടും, അതാണ് നമുക്ക് നോക്കാനുള്ളത്. ഈച്ച് ഇൻഷുറൻസ് കമ്പനി പ്രൊവൈഡ് പ്ലാൻസ് ദാറ്റ് കവർ വേരിയസ് എക്സ്പെൻസസ്. അതാണ് ഓരോ ഇൻഷുറൻസ് കമ്പനി അവർക്കുള്ള പ്ലാനിനെ ബേസ് ചെയ്തിരിക്കും കേട്ടോ. പ്രൊവൈഡ് ദ പ്ലാൻ, അവർ ഓരോ പ്ലാനുകളുണ്ട്, ഇൻഷുറൻസ് പ്ലാനുകളുണ്ട്, അതിനനുസരിച്ച് പല എക്സ്പെൻസിന് കവറേജ് കൊടുക്കുന്നുണ്ട്. സം ഓഫ് ദ സ്റ്റാൻഡേർഡ് ഹെൽത്ത് എക്സ്പെൻസ് കവേർഡ് ആർ ദ ഫോളോയിങ്. ഒരു ഹെൽത്ത് ഇൻഷുറൻസ് കവറേജ് കിട്ടുന്ന സ്റ്റാൻഡേർഡ് എന്തൊക്കെ എക്സ്പെൻസിനാണ് കവറേജ് തന്നെയെന്നാണ് കേട്ടോ. ഒന്നാമത്തെയാണ് ഇൻപേഷ്യന്റ് ഹോസ്പിറ്റലൈസേഷൻ. എന്താ, ഒരു പേഷ്യന്റ് ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആവുകയാണെങ്കിൽ നമുക്ക് ഹെൽത്ത് ഇൻഷുറൻസ് കവറേജ് തരും. അപ്പൊ ഹോസ്പിറ്റലിൽ നമ്മള് ഹോസ്പിറ്റലൈസ്ഡ് ആകുമ്പോൾ നമുക്ക് വരുന്ന ചെലവ് ആര് തരും? ഇൻഷുറൻസ് കമ്പനി തരും. ഹെൽത്ത് ഇൻഷുറൻസ് ഉള്ളവരുണ്ടോ? നിങ്ങൾക്ക് ഇങ്ങനെ ഒരു ഇത് കിട്ടിയോ? ആരെങ്കിലും ഹോസ്പിറ്റലൈസ്ഡ് ആയിട്ട് നമുക്ക് ഇൻഷുറൻസ്? നിഷ, റിനു, ഹസീബ, എല്ലാ കുറെ പേര് മെസ്സേജ് ഇട്ടുണ്ട്. ഇൻഷുറൻസ് എടുത്തിട്ടുള്ളവർക്ക് അറിയാം. അപ്പോ എന്താണ്, നമ്മൾ ഹോസ്പിറ്റലൈസ്ഡ് ആണെങ്കിൽ ഈ ഡെലിവറിയിൽ കിട്ടിയിട്ടുണ്ട്. ഓക്കെ, ഡെലിവറിക്ക് കിട്ടിയിട്ടുണ്ട്. അപ്പൊ ഏതാണ് പ്ലാന്, എങ്ങനെയാണെന്നൊക്കെ ബേസ് ചെയ്തിട്ട് ആ എമൗണ്ട് അതിനനുസരിച്ചായിരിക്കും കേട്ടോ നമുക്ക് കിട്ടുന്നത്. ഇപ്പൊ നോക്കിയേ, ഇൻപേഷ്യന്റ് ഹോസ്പിറ്റലൈസേഷൻ. ഇൻപേഷ്യന്റ് എന്ന് പറഞ്ഞാൽ എന്താ? ഇൻപേഷ്യൻ അഡ്മിറ്റ് ആകുമ്പോൾ അല്ലെ, നമ്മൾ ഹോസ്പിറ്റലൈസ്ഡ് ആകുമ്പോൾ അതിന്റെ എക്സ്പെൻസ് നമുക്ക് ഇൻഷുറൻസ് കിട്ടും. അഡ്മിറ്റ് ആകുമ്പോൾ നമുക്ക് ഹെൽത്ത് ഇൻഷുറൻസിന് കിട്ടും. ഇൻ case the patient is hospitalized due to യൂട്രസ് റിമൂവ് ചെയ്തപ്പോ കിട്ടിയെന്ന് ഡിസംബർ 10-ാം തീയതി. ഓക്കെ, നോക്കിയേ, സം ഓഫ് ദ, ഇവിടെ നോക്കിയേ കുറച്ച് ഇത് പറഞ്ഞേക്കണേ. ഇൻ കേസ് ദ പേഷ്യന്റ് ഈസ് ഹോസ്പിറ്റലൈസ്ഡ് ഡ്യൂ ടു ആൻ ഇഞ്ചുറി ഓർ ഇൽനെസ്. എന്തെങ്കിലും ഇഞ്ചുറി ആയിട്ടോ രോഗങ്ങൾ മൂലമോ ഒക്കെ ഹോസ്പിറ്റലൈസ്ഡ് ആവുകയാണെങ്കിൽ and it is covered in your health insurance plan. നമ്മുടെ ഹെൽത്ത് ഇൻഷുറൻസ് പ്ലാന് അതിന് കവറേജ് തരും. Then the hospitalization expense will be met by the insurance.
the hospitalization expense കമ്പനി ഇൻഷുറർ എന്ന് പറഞ്ഞ കമ്പനി അത് വഹിച്ചുകൊള്ളും. അപ്പൊ എന്തൊക്കെ കാര്യങ്ങളാണ്? അപ്പൊ ആ ഒന്നാമത്തെ സെന്റൻസ് ഒന്ന് നോക്കാം കേട്ടോ. അത് ഏതിൽ വരുന്നതെന്ന് ചോദിക്കാം നമുക്ക്. അഡ്മിറ്റ് ആകുമ്പോൾ ഇല്ലോ ഇഞ്ചുറി സംഭവിച്ചിട്ട് ഒരു പേഷ്യന്റ് ഹോസ്പിറ്റലൈസ്ഡ് ആകുമ്പോൾ ഏതാണ് കവറേജ്? ഇൻപേഷ്യന്റ് ഹോസ്പിറ്റലൈസേഷൻ. അഡ്മിറ്റ് ആകുമ്പോൾ കേട്ടോ. ഫസ്റ്റ് സെന്റൻസ് ഒന്ന് അണ്ടർലൈൻ ചെയ്തിടാം. Patient is hospitalized due to an injury or illness. The hospitalization expense will be met by the insurer. അങ്ങനെ അണ്ടർലൈൻ ചെയ്യാം കേട്ടോ. ഞാൻ പറഞ്ഞത് ഒന്നുകൂടി ഞാൻ ആ സെന്റൻസ് പറയാം, നിങ്ങൾ അത്രയൊന്ന് അണ്ടർലൈൻ ചെയ്തിടാം. ഇൻപേഷ്യന്റ് ഹോസ്പിറ്റലൈസേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് എങ്ങനെയാ? The patient is hospitalized due to an injury or illness. എന്തെങ്കിലും ഇഞ്ചുറി പറ്റിയോ രോഗങ്ങൾ പറ്റിയോ ഹോസ്പിറ്റലൈസ്ഡ് ആവുകയാണെങ്കിൽ the hospitalization expense കണ്ടോ? The hospitalization expense will be met by the insurer. നമ്മുടെ ഇൻഷുറൻസ് കമ്പനി നമുക്ക് ഹോസ്പിറ്റലൈസ്ഡ് ആകുമ്പോൾ ആ ഹോസ്പിറ്റലൈസേഷൻ എക്സ്പെൻസ് തരും. ഇനി എന്തൊക്കെയാണ് ആ ഹോസ്പിറ്റലൈസേഷൻ എക്സ്പെൻസ് എന്ന് പറയുന്നത്? ഏതൊക്കെയാ? റൂം റെന്റ്, റൂമിന് എത്രയാണ് റെന്റ് എന്നുള്ളത് അത് കിട്ടും. നേഴ്സിംഗ് എക്സ്പെൻസ് കിട്ടും. ICU ചാർജ് കിട്ടും. ഇന്റൻസീവ് കെയർ യൂണിറ്റ് ICUലൊക്കെ ആണെങ്കിൽ ICUവിൽ എത്രയാണ് അതിന്റെ പൈസ കിട്ടും. ഡോക്ടർ കൺസൾട്ടേഷൻ അതിന്റെ എക്സ്പെൻസ് മീറ്റ് ചെയ്യും. സർജറി, പിന്നെ അതർ കോസ്റ്റ് അതർ കോസ്റ്റ് എന്ന് പറഞ്ഞാൽ ലൈക്ക് സർജിക്കൽ ടൂൾസ്, ഡയഗ്നോസ്റ്റിക് മെറ്റീരിയൽ, സർജിക്കൽ ടൂൾസ്, ഡയഗ്നോസ്റ്റിക് മെറ്റീരിയൽ തുടങ്ങിയ മറ്റു കോസ്റ്റുകൾ. അപ്പൊ ഇത്രയും എന്താണ്? ഇത്രയും കാര്യങ്ങൾക്ക് ഒരു ഹെൽത്ത് ഇൻഷുറൻസ് കവറേജ് തരും. ഇൻപേഷ്യന്റ് ഹോസ്പിറ്റലൈസേഷനിൽ വരുന്നതാണ് കേട്ടോ. അപ്പൊ അതും കൂടി നിങ്ങൾ നോക്കാം. അവിടെ ഇൻപേഷ്യന്റ് ഹോസ്പിറ്റലൈസേഷൻ എക്സ്പെൻസ് ഇൻഷുറൻസ് കമ്പനി വഹിക്കും എന്ന് പറഞ്ഞില്ലേ? ആ ഇൻപേഷ്യന്റ് ഹോസ്പിറ്റലൈസേഷൻ എക്സ്പെൻസ് എന്ന് പറയുന്നത് ഏതൊക്കെയാ? അത് അങ്ങനെ ചോദിച്ചിട്ടുണ്ട് കേട്ടോ. ഇൻപേഷ്യന്റ് ഹോസ്പിറ്റലൈസേഷൻ എക്സ്പെൻസ് എന്ന് പറഞ്ഞ ഏതിനൊക്കെയാ? റൂം റെന്റ് വരും, നേഴ്സിംഗ് എക്സ്പെൻസ് വരും, ICU ചാർജ് വരും, ഡോക്ടർ കൺസൾട്ടേഷൻ വരും, സർജറി, അതർ കോസ്റ്റ്, അതായത് സർജിക്കൽ ടൂൾസ്, ഡയഗ്നോസ്റ്റിക് മെറ്റീരിയൽ തുടങ്ങിയ മറ്റു കോസ്റ്റ് അതിനുള്ള എക്സ്പെൻസും കിട്ടും. ക്ലിയർ ആയോ? ഇനി രണ്ടാമത്തെ എന്താ? പ്രീ ഹോസ്പിറ്റലൈസേഷൻ എക്സ്പെൻസ് ആണ്. പ്രീ ഹോസ്പിറ്റലൈസേഷൻ എന്ന് പറഞ്ഞാൽ എന്താ? ഹോസ്പിറ്റലൈസേഷന് മുന്നേ നമ്മൾ ഹോസ്പിറ്റൽ അഡ്മിറ്റ് ആയിട്ടില്ല, അതിന് മുന്നുള്ള ചെലവുകൾ വഹിക്കും. അതേതാ? പ്രീ ഹോസ്പിറ്റലൈസേഷൻ എക്സ്പെൻസ് നോക്കി. ഓൾ മെഡിക്കൽ എക്സ്പെൻസസ് ഇൻകറീഡ്. ഇൻകറീഡ് എന്ന് പറഞ്ഞാൽ വഹിക്കുക. ഓൾ മെഡിക്കൽ എക്സ്പെൻസസ് ഇൻകറീഡ് ബിഫോർ ദ പേഷ്യന്റ് ഈസ് ഹോസ്പിറ്റലൈസ്ഡ്. അണ്ടർലൈൻ ചെയ്തിട്ടേ. അത് ഏതാണ്? പ്രീ ഹോസ്പിറ്റലൈസേഷൻ എക്സ്പെൻസ് ആണ് കേട്ടോ. All medical expenses incurred before the patient is hospitalized. ഒരു പേഷ്യന്റ് ഹോസ്പിറ്റലൈസ്ഡ് ആവുന്നതിന് മുന്നേ സംഭവിച്ചിട്ടുള്ള സംഭവിച്ച എല്ലാ എക്സ്പെൻസുകളും അതാണ് പ്രീ ഹോസ്പിറ്റലൈസേഷൻ എക്സ്പെൻസ് എന്ന് പറയുന്നത്. Up to a period specific earlier are covered in the insurance plan. Okay, these consist of എന്തൊക്കെയാണ് ഈ പ്രീ ഹോസ്പിറ്റലൈസേഷൻ എക്സ്പെൻസിൽ വന്നേ? നോക്കിയേ, എന്തൊക്കെയാണ്? ഡോക്ടർ കൺസൾട്ടേഷൻ, ഡോക്ടറിനെ കൺസൾട്ട് ചെയ്തതിന് ശേഷമല്ലേ നമ്മൾ അഡ്മിറ്റ് ആവണോ എന്നൊക്കെ പറയണത്. ഏതാണ് പ്രീ ഹോസ്പിറ്റലൈസേഷൻ എക്സ്പെൻസ് എന്ന് പറഞ്ഞാൽ? ഡോക്ടറിനെ കൺസൾട്ടേഷൻ, അതിന് വരുന്ന ചെലവ്. മെഡിക്കൽ ഇൻവെസ്റ്റിഗേഷൻ, എന്തെങ്കിലും ഇൻവെസ്റ്റിഗേഷൻസ്, അന്വേഷണങ്ങൾ അങ്ങനെയുള്ളത്. പിന്നെ നോക്കിയേ, രണ്ടാമത്തെ പ്രൈമറി പ്രൊസീജിയർ, ഫസ്റ്റ് എയ്ഡ് പോലെ എന്തെങ്കിലും പ്രൈമറി പ്രൊസീജിയർ ചെയ്യുകയാണെങ്കിൽ അതിന് വരുന്ന എക്സ്പെൻസ്. പ്രിവെന്റീവ് സർജറി, എന്തെങ്കിലും ബ്ലീഡിംഗ് ഒക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ സ്റ്റോപ്പ് ചെയ്യാൻ വേണ്ടി ചെയ്യുന്ന പ്രതിരോധ സർജറികള്. പിന്നെ അത് ഡയഗ്നോസ്റ്റിക് ടെസ്റ്റ്, ലാബിലൊക്കെ എന്തെങ്കിലും ടെസ്റ്റോ കാര്യങ്ങളോ ചെയ്യുന്നെങ്കിൽ അത്, മെഡിസിൻസ്, മരുന്നുകൾ, എന്തൊക്കെ ഏതിൽ വരും? പ്രീ ഹോസ്പിറ്റലൈസേഷൻ എക്സ്പെൻസിൽ വരും. അതും അണ്ടർലൈൻ ചെയ്തതാ കേട്ടോ. ഫസ്റ്റ് സെന്റൻസ് അണ്ടർലൈൻ ചെയ്തിടാം. ബിഫോർ ദ പേഷ്യന്റ് ഈസ് ഹോസ്പിറ്റലൈസ്ഡ് എന്നുള്ളത് കണ്ടില്ലേ? അത്രേ. All medical expenses incurred before the patient is hospitalized. അതേതാ? പ്രീ ഹോസ്പിറ്റലൈസേഷൻ എക്സ്പെൻസ്. അത് ഏതൊക്കെയാണ് പ്രീ ഹോസ്പിറ്റലൈസേഷൻ എക്സ്പെൻസിൽ വരുന്നത്?
ഏതൊക്കെയാ? ഡോക്ടറിന്റെ കൺസൾട്ടേഷൻ, അതിനു വേണ്ടി വരുന്ന എക്സ്പെൻസ്, മെഡിക്കൽ ഇൻവെസ്റ്റിഗേഷന്, പ്രൈമറി പ്രൊസീജിയറിന് ചെയ്യുന്നത്, പ്രിവെന്റീവ് സർജറി, ഡയഗ്നോസ്റ്റിക് ടെസ്റ്റ്, മെഡിസിൻസ് എക്സെട്ര. ഇനി അടുത്തതാണ് പോസ്റ്റ് ഹോസ്പിറ്റലൈസേഷൻ എക്സ്പെൻസ്. എന്ന് വെച്ചാൽ എന്താ പോസ്റ്റ് എന്ന് വെച്ചാൽ എന്താ? അത് ആ ഏതൊക്കെയാണ് പ്രീ ഹോസ്പിറ്റലൈസേഷൻ എക്സ്പെൻസിൽ വന്നേന്നുള്ളത് അണ്ടർലൈൻ ചെയ്തില്ലേ നിങ്ങള്? ലാസ്റ്റ് സെന്റൻസും അതും കൂടി അണ്ടർലൈൻ ചെയ്യണം കേട്ടോ. ഓക്കെ, ഇനി പോസ്റ്റ് ഹോസ്പിറ്റലൈസേഷൻ എന്ന് പറഞ്ഞാൽ എന്താ? ഹോസ്പിറ്റലൈസേഷന് ശേഷം, അതായത് ഡിസ്ചാർജ് ഒക്കെ നമ്മളായി പോകൂലേ, അതിനുശേഷം, ഹോസ്പിറ്റലൈസേഷന് ശേഷം വരുന്ന ചെലവുകൾ. All cost involved in patient care and medicine after the patient is discharged from the hospital. അതായത് ഇതാ പോസ്റ്റ് ഹോസ്പിറ്റലൈസേഷൻ എക്സ്പെൻസിൽ വരുന്ന. അണ്ടർലൈൻ ചെയ്തിട്ടേ ഫസ്റ്റ് സെന്റൻസ്. All cost involved in patient care and medicine after a patient is discharged from the hospital. ഒരു പേഷ്യന്റ് ഹോസ്പിറ്റലിൽ നിന്ന് ഡിസ്ചാർജ് ചെയ്തതിന് ശേഷം, അതിനുശേഷം വരുന്ന എക്സ്പെൻസുകൾ അപ് ടു പീരീഡ് സ്പെസിഫിക് ഏർലിയർ, ഒരു പീരീഡ് വരെ ആർ ഇൻക്ലൂഡഡ് ഇൻ ഹെൽത്ത് ഇൻഷുറൻസ്. ഇതെല്ലാം ഹെൽത്ത് ഇൻഷുറൻസ് വരുന്നതാണ്. ദീസ് കൺസിസ്റ്റ് ഓഫ് ഏതൊക്കെയാണ്? പോസ്റ്റ് ഹോസ്പിറ്റലൈസേഷൻ എക്സ്പെൻസിന് വരുന്നതെന്ന് നോക്കിയേ. പോസ്റ്റ് ഹോസ്പിറ്റലൈസേഷൻ കൺസൾട്ടേഷൻ. ഇനി ഹോസ്പിറ്റലൈസ്ഡ് ആയിരുന്നു, ഡിസ്ചാർജ് ചെയ്ത് പോയി, വീണ്ടും കൺസൾട്ടേഷന് വരൂലേ, അതിന്. പിന്നെ ഡയഗ്നോസ്റ്റിക് ടെസ്റ്റ്, രോഗനിർണയ കാര്യങ്ങള്, മെഡിസിൻസ്, ഇനി എന്തെങ്കിലും ഫോളോ അപ്പ് പോലെ തെറാപ്പി ഒക്കെ പറയൂലേ, ചിലർക്ക് ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ സർജറിയും കാര്യങ്ങളൊക്കെ ചെയ്തിട്ട് ചിലപ്പോ തെറാപ്പി ഒക്കെ പറയാറില്ലേ കുറച്ചു നാളത്തേക്കൊക്കെ, അതൊക്കെ. പിന്നെ ഡ്രഗ് എക്സെട്ര, മെഡിസിൻസ്. അപ്പൊ ഇതൊക്കെ പോസ്റ്റ് ഹോസ്പിറ്റലൈസേഷൻ എക്സ്പെൻസിൽ വരുന്ന ഫിസിയോതെറാപ്പി ഒക്കെ. അതും നോക്കാം കേട്ടോ. പോസ്റ്റ് ഹോസ്പിറ്റലൈസേഷൻ എക്സ്പെൻസ് ഇൻക്ലൂഡ് ഡാഷ് ഏതൊക്കെയാണ് വന്നേന്നുള്ളത് നോക്കാം. പിന്നെ അടുത്തത് എന്താണ്? ആംബുലൻസ് ചാർജ്. ആംബുലൻസ് ഇപ്പൊ നമുക്ക് പേഷ്യന്റിനെയൊക്കെ നമ്മള് ചിലപ്പോ എന്താണ് ആംബുലൻസിലൊക്കെ കൊണ്ടുപോകേണ്ടൊക്കെ വരുവാണെങ്കിൽ ആ എക്സ്പെൻസും ഇൻഷുറൻസ് കമ്പനി വഹിച്ചോളും. ഹെൽത്ത് ഇൻഷുറൻസ് പ്ലാൻ ട്രാൻസ്പോർട്ടേഷൻ. ശരിയാ. Health insurance plan will also cover cost involved in shifting a patient to a hospital by an ambulance. ആംബുലൻസിൽ ഹോസ്പിറ്റലിലേക്ക് പേഷ്യൻസിനെ ഷിഫ്റ്റ് ചെയ്യൂലേ, അപ്പോ വരുന്ന ആ ട്രാൻസ്പോർട്ടേഷൻ കോസ്റ്റ് അതും ഇൻഷുറൻസ് കമ്പനി വഹിച്ചുകൊള്ളും. പിന്നെ അടുത്തതാണ് ഡേ കെയർ ട്രീറ്റ്മെന്റ്. ഡേ കെയർ എന്ന് പറഞ്ഞാൽ എന്താ? ഡേ കെയർ നമ്മൾ അഡ്മിറ്റ് ആവുന്നില്ല അല്ലെ, ജസ്റ്റ് പോയി മരുന്ന് മേടിച്ചുകൊണ്ട് വരും. ആ 24 hours അതിന്റെ ഉള്ളിലുള്ളത്. ഡേ കെയർ. ആ ഒരു ഡേ അതാണ്. The health plan will meet a cost of all procedure and treatment undertaken as an inpatient in a hospital. Inpatient ഹോസ്പിറ്റലില് ഇൻപേഷ്യന്റ് എന്ന നിലയ്ക്കോ അല്ലെങ്കിൽ or a day care facility എപ്പോഴാണ്? ഫോർ ലെസ് ദാൻ 24 hours. അതാണ് ഡേ കെയർ ട്രീറ്റ്മെന്റിനുള്ള എമൗണ്ടും ഇൻഷുറൻസ് കമ്പനി തരുന്നുണ്ട്. ഇപ്പൊ ഡേ കെയർ എന്ന് പറഞ്ഞ എന്താ? 24 hours താഴെ ഹോസ്പിറ്റലില് നമ്മള് ഇൻപേഷ്യന്റ് ആയിട്ട് ഇരിക്കോ അല്ലെങ്കിൽ ഏതെങ്കിലും ഡേ കെയർ ഫെസിലിറ്റിയിലൊക്കെ പോയി ട്രീറ്റ്മെന്റ് കാര്യങ്ങളൊക്കെ എടുക്കാണ്, അങ്ങനെയുള്ള പ്രൊസീജിയർ ട്രീറ്റ്മെന്റ് അതിന് വരുന്ന കോസ്റ്റും നമ്മുടെ ഇൻഷുറൻസ് കമ്പനി വഹിച്ചുകൊള്ളും. പിന്നെയാണ് ഡേ ടു ഡേ ഹോസ്പിറ്റൽ ക്യാഷ്. ഡേ ടു ഡേ ഹോസ്പിറ്റൽ ക്യാഷ് എന്ന് പറഞ്ഞാൽ എന്താ? ഡേ ടു ഡേ ഓരോ ദിവസത്തെ ഹെൽത്ത് കവറേജ് വിൽ ഗീവ് എ ലംപ് സം എമൗണ്ട് ഡെയിലി ഇൻ ദ കേസസ് ഓഫ് ഹോസ്പിറ്റലൈസേഷൻ. ഒരാൾ ഹോസ്പിറ്റലൈസ്ഡ് ആയി ഡെയിലി ഇത്ര രൂപ. മനസ്സിലായോ? ലംബ് സം ആണ്, ഒറ്റ തുകയായിട്ട്. ഓരോന്നിന് അങ്ങനെയല്ല തരുന്നേ, ലംബ് സം ആയിട്ട് ഒറ്റ തുകയായിട്ട് ഒരു എമൗണ്ട് തരും. ദിവസേന വരുന്ന ഒരു എമൗണ്ട് ഇല്ലേ, അതിനുള്ള കവറേജ് കൊടുക്കും. പേരിൽ നിന്ന് തന്നെ അറിയാലോ അല്ലെ, ഡേ ടു ഡേ ഹോസ്പിറ്റൽ ക്യാഷ്. ഡേ ടു ഡേ ഹോസ്പിറ്റൽ ക്യാഷ്. ഡെയിലി ഹോസ്പിറ്റലൈസ്ഡ് ആയി ആ ഡെയിലി ഓരോ ദിവസവും ഇത്ര രൂപ എന്നുള്ള നിലയ്ക്ക് കേട്ടോ ലംബ് സം ആയിട്ട് കിട്ടും.
പിന്നെ അടുത്തതാണ് ഇൻകം ബെനിഫിറ്റ്. എന്താണ് ഇൻകം ബെനിഫിറ്റ് എന്ന് പറഞ്ഞാൽ സം അഡ്വാൻസ്ഡ് ഹെൽത്ത് ഇൻഷുറൻസ് പ്ലാൻ പ്രൊവൈഡ് എ ലംപ് സം ടു യുവർ family to replace the lost income for a family in the case of your absence. അതായത് നമ്മുടെ അഭാവത്തിൽ ഇപ്പൊ നമ്മൾ ആക്സിഡന്റ് ഒക്കെ പറ്റി ആള് മരിക്കുകയാണ് അല്ലെ, അപ്പൊ അയാളായിരുന്നു ആ ഫാമിലിയുടെ ഏക ആശ്രയം. അപ്പൊ നമുക്ക് എന്താ പറയാ, ആ ഫാമിലിയുടെ വരുമാനം തന്നെ നിലച്ചില്ലേ അല്ലെ. അപ്പൊ അയാൾക്കുടെ ആ മരണം അത് മൂലം അതിന് പകരമായിട്ട് ഒറ്റ തുക, കാര്യം എത്ര രൂപ തന്നാലും ആൾക്ക് പകരം വെക്കാൻ പറ്റില്ല, നമുക്ക് അതറിയാം. എങ്കിൽ പോലും അയാളുടെ മരണത്തില് ആ കുടുംബത്തിന് സംഭവിച്ച നഷ്ടമില്ലേ, അതിന് ലംബസമായിട്ട് ഒറ്റ തുകയായിട്ട് ഫാമിലിക്ക് അവർക്കുണ്ടായ ആ ഒരു നഷ്ടം അങ്ങനെ അവർക്ക് ആബ്സെൻസിൽ കൊടുക്കുന്നതാണ് ഇൻകം ബെനിഫിറ്റ് എന്ന് പറയുന്നത്. ഇവിടെ ആരോ പറഞ്ഞല്ലോ മരിച്ചു കഴിഞ്ഞപ്പോ ഇൻഷുറൻസ് കിട്ടിയെന്ന് അല്ലേ, നമ്മുടെ മെസ്സേജ് ഇടണ്ടായിരുന്നല്ലോ. അങ്ങനെ നിങ്ങൾ കേട്ടിട്ടില്ലേ? അങ്ങനെ നിങ്ങൾക്ക് ചിലപ്പോ എക്സ്പീരിയൻസ് ടോണിയാണോ പറഞ്ഞത്? ഓക്കെ, എത്ര രൂപ കിട്ടിയെന്ന് അറിയോ? കേട്ടിട്ടുണ്ട്. ഓക്കെ, എല്ലാവർക്കും നേരിട്ട് അനുഭവം ഉണ്ടാവണമെന്നില്ല. 8 ലക്ഷം രൂപ അല്ലെ. അതിപ്പോ എങ്ങനെയാണ് അതിന്റെ ഇതൊക്കെ അനുസരിച്ചിട്ടായിരിക്കും കേട്ടോ. 8 ലക്ഷം രൂപ ആ ഫാമിലിക്ക് അയാളുടെ നഷ്ടത്തില് കൊടുക്കുന്നതാണ്. ഇപ്പൊ ഞാൻ പറഞ്ഞില്ലേ ഇതുപോലെ 4 ലക്ഷം അങ്ങനെയൊക്കെ അത്രയും എമൗണ്ട് ആണെന്ന് തോന്നുന്നു. അങ്ങനെയൊക്കെയാണ് പറഞ്ഞത്. എന്താ പറയാ, ഒറ്റ തുകയായിട്ട് അത്രയും എമൗണ്ട് കിട്ടി. ഓക്കെ, അത് ഇൻകം ബെനിഫിറ്റ്. ഓക്കെ ആണോ നോക്കിയേ. അപ്പൊ ഒരു ഹെൽത്ത് ഇൻഷുറൻസ് കവറേജ് ചെയ്യുന്ന എക്സ്പെൻസുകൾ, ഈ കാര്യങ്ങൾക്കൊക്കെ എന്ത് ഹെൽത്ത് ഇൻഷുറൻസ് കവറേജ് കൊടുക്കും. കിട്ടിയോ? ഹോസ്പിറ്റലൈസ്ഡ് ആവുകയാണെങ്കിൽ പേഷ്യന്റ് ഹോസ്പിറ്റലൈസേഷന് കിട്ടും. പ്രീ ഹോസ്പിറ്റലൈസേഷന് മുന്നേ വരുന്ന എക്സ്പെൻസ് അതിന് കവറേജ് കൊടുക്കും. പോസ്റ്റ് ഹോസ്പിറ്റലൈസ്ഡ് ആയിട്ട് ഡിസ്ചാർജ് ചെയ്ത് പോയി അതിനുശേഷം വരുന്ന ചെലവുകൾ അതിനുള്ള കൊടുക്കും. ആംബുലൻസ് ചാർജ് കൊടുക്കും. ഡേ കെയർ ട്രീറ്റ്മെന്റിന് കൊടുക്കും. പിന്നെ അതുപോലെ തന്നെ ഏതാണ് ഡേ ടു ഡേ ഹോസ്പിറ്റൽ ക്യാഷ്. ലാസ്റ്റ് ഇൻകം ബെനിഫിറ്റ്. ഇൻകം ബെനിഫിറ്റ് എന്ന് പറഞ്ഞാൽ അയാളുടെ ആബ്സെൻസിൽ ആ ഫാമിലിക്ക് ഉണ്ടായ നഷ്ടം. അത് ലംബ സം എന്ന് പറഞ്ഞാൽ ഒറ്റ തുക 8 ലക്ഷം രൂപ ഒരുമിച്ച് അങ്ങ് കിട്ടുകയല്ലേ ഇല്ലേ അല്ലെ. അല്ലാതെ ആദ്യം 1000, 2000 അല്ലെങ്കിൽ 1 ലക്ഷം രൂപ അങ്ങനെയല്ലല്ലോ, ഒറ്റ തുകയായിട്ടാണ് കിട്ടുന്നത്. അയാളുടെ ആബ്സെൻസിൽ ആ ഫാമിലിക്ക് ഉണ്ടായ നഷ്ടം, നഷ്ടപരിഹാരം ഒറ്റ തുകയായിട്ട് കിട്ടുകയാണ് അങ്ങനെ കിട്ടുന്നത് കേട്ടോ. ഓക്കെ, ഇത്രയും കാര്യങ്ങള് ഒരു ഹെൽത്ത് ഇൻഷുറൻസ് കവറേജ് കൊടുക്കുന്നതാണ്. ക്ലിയർ അല്ലേ മക്കളെ? നിങ്ങളിപ്പോ എക്സാമിന് പഠിക്കണേക്കാളും കൂടുതൽ നമുക്ക് ഒരുപാട് കാര്യങ്ങൾ ഇതിൽ നിന്ന് അറിയാൻ പറ്റും കേട്ടോ. ഹെൽത്ത് ഇൻഷുറൻസ്, മെഡിക്കൽ ഇൻഷുറൻസ് എന്ന് പറഞ്ഞൊരു ചാപ്റ്റർ നമ്മൾ പഠിച്ചു കഴിയുമ്പോ എന്തായാലും ഇല്ലാത്തവരൊക്കെ ഒരു ഇൻഷുറൻസ് ഒക്കെ എടുക്കുക കേട്ടോ. നമുക്ക് എപ്പോഴാണ് എന്താ സംഭവിക്കാന്നൊന്നും പറയാൻ പറ്റില്ല. അപ്പൊ നമ്മുടെ ഫാമിലിക്ക് അതൊരു ആശ്വാസമായിരിക്കും. ഇനി നോക്കിയേ, The Insurance Regulatory and Development Authority in India. നമ്മുടെ ഞാൻ ഏതാണ് 16th ബാച്ചിലാണ് തോന്നുന്നു ഫസ്റ്റ് ഈ ഒരു ചാപ്റ്റർ എടുത്തത്. അതിന് മുന്നേ ഈ ചാപ്റ്റർ ഉണ്ടായിരുന്നില്ല. പോർഷൻസ് ഡിവൈഡ് ചെയ്ത് തരുവാണോ. പിന്നെ അതിനുശേഷം എല്ലാ ബാച്ചിലും ഞാൻ പറയും, ചിലപ്പോൾ ഞാൻ സജസ്റ്റ് ചെയ്യാറുണ്ട് അതെനിക്ക് തരാൻ പറ്റുവാണെങ്കിൽ പോർഷൻസ് ഡിവൈഡ് ചെയ്യുമ്പോൾ എനിക്ക് തന്നോട്ടോ ആ ചാപ്റ്ററിന്. അപ്പൊ അതിനുശേഷം എനിക്ക് ക്ലാസ്സുകളിലും ഹെൽത്ത് ഇൻഷുറൻസ് ഞാൻ തന്നെ മെഡിക്കൽ ഇൻഷുറൻസ് എടുക്കുന്നേ. അപ്പൊ അതിനുശേഷം ആ പിള്ളേര് പറയാറുണ്ട്, ഞാൻ ചോദിക്കും. അപ്പൊ അവര് ഈ ചാപ്റ്റർ എടുത്ത് കഴിഞ്ഞതിന് ശേഷം അവര് മെസ്സേജ് അയച്ചു. ഒത്തിരി കുട്ടികള് നമ്മുടെ ഇത് കഴിഞ്ഞതിന് ശേഷം ഇൻഷുറൻസ് എടുത്തിട്ട് ഞങ്ങൾ എടുത്തു കേട്ടോ, ഇൻഷുറൻസ് എടുത്തിട്ടുണ്ട്, ഇൻഷുറൻസ് ആണെന്നൊക്കെ പറഞ്ഞ് അവര് മെസ്സേജ് അയക്കാറുണ്ട്. എന്തായാലും നമുക്കതൊരു വലിയൊരു കാര്യമാണ്. നമുക്ക് ഫാമിലിയിൽ ഒരു സപ്പോർട്ട് അല്ലേ, നമുക്കൊക്കെ എന്തെങ്കിലുമൊക്കെ പറ്റിക്കഴിഞ്ഞാൽ അവര് പെട്ടെന്നൊരു ഇതാവുണ്ടല്ലോ. ഓക്കെ, ഇനി നോക്കിയേ, ദ ഇൻഷുറൻസ് റെഗുലേറ്ററി ആൻഡ് ഡെവലപ്മെന്റ് അതോറിറ്റി ഓഫ് ഇന്ത്യ, IRDAI എക്സ്പാൻഡഡ് ഫോം നോക്കണം കേട്ടോ. A list of disease or medical that are not covered under health insurance. ഒരു ഹെൽത്ത് ഇൻഷുറൻസിന്റെ കവറേജിന് വരാത്ത ലിസ്റ്റ് ചെയ്തിട്ടുള്ള ഡിസീസുകൾ, ഈ രോഗങ്ങൾക്ക് എന്താ പറയാ ഹെൽത്ത് ഇൻഷുറൻസ് കവറേജ് കിട്ടില്ലേ.
അത് ഏതിനനുസരിച്ച് IRDAI സൂപ്പർവൈസ് ആൻഡ് റെഗുലേറ്റ് ദ ഇൻഷുറൻസ് സെക്ടേഴ്സ് ഇൻ ഇന്ത്യ. ഇന്ത്യയുടെ ഇൻഷുറൻസ് സെക്ടേഴ്സിനെ സൂപ്പർവൈസ് ചെയ്യുന്നതാണ് IRDAI എന്ന് പറയുന്നത്, ഇൻഷുറൻസ് റെഗുലേറ്ററി ആൻഡ് ഡെവലപ്മെന്റ് അതോറിറ്റി ഇൻ ഇന്ത്യ. ഇപ്പൊ ഈ IRDAI-യുടെ അതനുസരിച്ച് നമ്മൾ ഈ പറയുന്ന മെഡിക്കൽ അല്ലെങ്കിൽ ഡിസീസ്, ഈ ലിസ്റ്റ് ഓഫ് ഡിസീസ് ഇതിന് കവറേജ് കൊടുക്കില്ല, ഹെൽത്ത് ഇൻഷുറൻസ് കവറേജ് കൊടുക്കില്ല. ഇങ്ങനെ തന്നെ ചോദിക്കാം കേട്ടോ, ഏതൊക്കെ രോഗങ്ങൾക്കാണ് നമുക്ക് ഹെൽത്ത് ഇൻഷുറൻസ് കവറേജ് കൊടുക്കാത്തത്? ഈ പറയുന്ന രോഗങ്ങൾ ഇമ്പോർട്ടന്റ് ആണ് കേട്ടോ. അത് ഈ പറയുന്ന രോഗങ്ങൾക്കൊന്നും കവറേജ് കൊടുക്കില്ല. അപ്പൊ എന്തൊക്കെ രോഗങ്ങൾക്ക് നമുക്ക് കവറേജ് കിട്ടാത്തത് നോക്കി? കോസ്മെറ്റിക് സർജറി. കോസ്മെറ്റിക് സർജറി എന്ന് പറഞ്ഞാൽ എന്താ? പ്ലാസ്റ്റിക് സർജറി ഒക്കെ ചെയ്യില്ല നമ്മള്, എന്താ സാധാ സർജറി ഇപ്പൊ നമ്മള് സൗന്ദര്യം വർദ്ധിപ്പിക്കാനായിട്ട് ചെയ്യുന്നുണ്ട് അല്ലെ? കോസ്മെറ്റിക് സർജറീസ് ഒക്കെ സൗന്ദര്യം ഒക്കെ വർദ്ധിപ്പിക്കാൻ, അപ്പിയറൻസ് ഇപ്പൊ നമുക്ക് അല്ലെ എന്തെങ്കിലും ഇതൊക്കെ ആയിട്ട് ഒരുപാട് ആർട്ടിസ്റ്റുകള്, സിനിമ ആർട്ടിസ്റ്റുകളൊക്കെ പ്ലാസ്റ്റിക് സർജറി ഒക്കെ ചെയ്തൊക്കെ നമുക്കറിയാലോ. അതെന്ന് പറഞ്ഞാൽ എന്താ? ആവശ്യം ഉണ്ടായിട്ടല്ല, ശരിക്കും അവരുടെ സൗന്ദര്യം വർദ്ധിപ്പിക്കാനല്ലേ, അതിന് എക്സ്ട്രാ വരുന്നതല്ലേ അല്ലേ? അപ്പൊ അതിന് കവറേജ് കൊടുക്കണം വേണ്ടല്ലോ. നമ്മുടെ കയ്യിൽ പൈസ ഉണ്ട്, ഇന്ത്യക്ക് ചെയ്താൽ പോരെ? നിർബന്ധമായിട്ട് ഇപ്പൊ ഒരു അപകടം പറ്റിയതാണെങ്കിൽ എന്തായാലും നമുക്ക് വേണം. ഇതിപ്പോ അങ്ങനെയല്ലല്ലോ അല്ലേ? എന്താണ്, നമുക്ക് അപ്പിയറൻസ് വർദ്ധിപ്പിക്കാനൊക്കെ വേണ്ടിയിട്ടാണ് നമുക്ക് ഈ ഇങ്ങനെയുള്ളത് ചെയ്യുന്നത്. അപ്പൊ അതിന് ഇൻഷുറൻസ് കവറേജ് കൊടുക്കില്ല. രോഗങ്ങൾ മാത്രം നോക്കാട്ടോ ഇൻഷുറൻസ് കവറേജ് കിട്ടാത്തത്. ഓക്കെ, ഉള്ള ബോഡിയിൽ ചേഞ്ച് ചെയ്യുന്നതാ. അതെ അല്ലെ? ചിലപ്പോ മൂക്കിന് ചെറിയ വളവുണ്ടാവും, പ്ലാസ്റ്റിക് സർജറി ചെയ്ത് നല്ല ഷേപ്പുള്ള മൂക്കാക്കും, ചുണ്ട് അല്ലെ, അങ്ങനെയൊക്കെ എന്തെങ്കിലുമൊക്കെ. പിന്നെ കവള് ചിലപ്പോൾ ഭയങ്കര കവളൊക്കെ ആയിരിക്കും. അപ്പൊ അവര് നോക്കുമ്പോ അയ്യോ സൗന്ദര്യം അത്ര പോരാ, അത് വേണമെങ്കിൽ ചെയ്യാം. ഓക്കെ, ഫെയർ ആവാം. ഓക്കെ. അപ്പൊ എന്തായാലും ഈ സാധനത്തിന് കോസ്മെറ്റിക് സർജറി, പ്ലാസ്റ്റിക് സർജറി അതൊക്കെ അതിന് നമ്മുടെ ഹെൽത്ത് ഇൻഷുറൻസ് പൈസ കിട്ടൂല കേട്ടോ, കവറേജ് കൊടുക്കൂല. ഇനി നോക്കിയേ, IVF ആൻഡ് ഫെർട്ടിലിറ്റി ട്രീറ്റ്മെന്റ്. IVF ഇൻ വിട്രോ ഫെർട്ടിലൈസേഷൻ കേട്ടിട്ടില്ലേ? ഇൻ വിട്രോ ഫെർട്ടിലൈസേഷൻ, കൃത്രിമ ഗർഭധാരണം അല്ലെ? ഫെർട്ടിലൈസേഷൻ, ആ ഫെർട്ടിലിറ്റി ട്രീറ്റ്മെന്റ് അതിന് കവറേജ് കൊടുക്കില്ല. ഇനി പ്രഗ്നൻസി ആൻഡ് അബോർഷൻ, പ്രഗ്നൻസി അബോർഷൻ അങ്ങനെയുള്ള കേസുകളിൽ കൊടുക്കില്ല. മിസ്സെലേനിയസ് ചാർജസ്, മറ്റു ചില പലതരത്തിലുള്ള അതർ ചാർജസ് ഏതൊക്കെയാ നോക്കി? ലൈക്ക് രജിസ്ട്രേഷൻ ചാർജ്, admission fees and service charge connected with the medical treatment. മെഡിക്കൽ ട്രീറ്റ്മെന്റുമായിട്ട് ബന്ധപ്പെട്ട് വരുന്ന സർവീസ് ചാർജ്, അഡ്മിഷൻ ഫീസ്, രജിസ്ട്രേഷൻ ചാർജ് ഇങ്ങനെയുള്ളത് അതൊന്നും ഹെൽത്ത് ഇൻഷുറൻസ് പ്ലാനിന്റെ കവറേജിൽ വരുന്നല്ല, അതിനൊന്നും പൈസ കിട്ടില്ല. ഹെൽത്ത് സപ്ലിമെന്റ്സ്. ഹെൽത്ത് സപ്ലിമെന്റ് എന്ന് പറഞ്ഞാൽ എന്താ? ഹെൽത്ത് സപ്ലിമെന്റ് എന്താ? നിങ്ങൾ കഴിക്കാറുണ്ടോ? കഴിക്കേണ്ട ആരെങ്കിലുമൊക്കെ ഹെൽത്ത് സപ്ലിമെന്റ്? നമ്മുടെ ശരീരമൊക്കെ പുഷ്ടിപ്പെടുത്താനൊക്കെ നമ്മൾ ചെയ്യല്ലേ? ന്യൂട്രീഷൻ പൗഡറുകൾ, പ്രോട്ടീൻ പൗഡറുകളൊക്കെ അങ്ങനെ നമ്മുടെ ബോഡിയൊക്കെ വെയിറ്റ് ഒക്കെ വെക്കാനായിട്ട് അല്ലെ? പ്രോട്ടീൻ പൗഡർ പോലെയുള്ള അതൊക്കെ നമ്മള് എന്താ പറയാ, അത് കഴിച്ചില്ല എന്ന് വെച്ചാൽ നമുക്ക് കുഴപ്പമൊന്നുമില്ല അല്ലെ? മസിൽസിന് സ്ട്രെങ്ത് വരാനൊക്കെ ആയിട്ട് ഹെൽത്ത് സപ്ലിമെന്റ്സ്, ശരീരം നമ്മളെ പുഷ്ടിപ്പെടുത്താനൊക്കെ വേണ്ടി ചെയ്യുന്നത്, ബോഡി വെയിറ്റ് ഒക്കെ കിട്ടാൻ വേണ്ടിയിട്ട്, അങ്ങനെയുള്ള അതിനും എന്ത് ചെയ്യുന്നില്ല, കവറേജ് കൊടുക്കില്ല. ബോഡി ഡെവലപ്മെന്റിന് വേണ്ടിയിട്ടുള്ളത്. അടുത്തതാണ് പ്രീ എക്സിസ്റ്റിംഗ് ഹെൽത്ത് കണ്ടീഷൻ. നമുക്ക് മുന്നുള്ള രോഗങ്ങളിലെ ഹെൽത്ത് കണ്ടീഷൻസ് അതിനും കവറേജ് കൊടുക്കില്ല. ഒന്ന് ശ്രദ്ധിക്കണം കേട്ടോ, അത് ഇച്ചിരി പാരഗ്രാഫ് ആയിട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പൊ ഇത്രയൊന്ന് നോക്കിയേ, ആ പേരുകളൊന്ന് നോക്കിയേ. കോസ്മെറ്റിക് സർജറിക്ക് കിട്ടില്ല, IVF ആൻഡ് ഫെർട്ടിലിറ്റി ട്രീറ്റ്മെന്റിന് കിട്ടില്ല, പ്രഗ്നൻസി ആൻഡ് അബോർഷൻ, മറ്റ് ചാർജുകൾ അതായത് രജിസ്ട്രേഷൻ ചാർജ്, അഡ്മിഷൻ ഫീസ്, സർവീസ് ചാർജ് കണക്റ്റഡ് വിത്ത് മെഡിക്കൽ ട്രീറ്റ്മെന്റ് ആയിട്ട് ബന്ധപ്പെട്ട സർവീസ് ചാർജ്, ഇതിനൊന്നും കവറേജ് കിട്ടില്ല. അടുത്തത് ഹെൽത്ത് സപ്ലിമെന്റ്സ്, നമ്മുടെ ശരീരം പുഷ്ടിപ്പെടുത്താനൊക്കെ ഉപയോഗിക്കുന്ന അതില്ലേ, അതിന് കിട്ടില്ല.
ഇനി അടുത്തത് പ്രീ എക്സിസ്റ്റിംഗ് ഹെൽത്ത് കണ്ടീഷൻ. നമ്മുടെ മുന്നുള്ള രോഗങ്ങളില്ലേ, ഇപ്പൊ നമുക്ക് ഡയബറ്റീസ്, പ്രഷർ, ഇങ്ങനെയുള്ള നമുക്കുള്ള ഓൾറെഡി ഉള്ള അസുഖങ്ങളൊക്കെ ഇല്ലേ നിലവിലുള്ള, അങ്ങനെ കിട്ടില്ല. ഓക്കെ, ഇവിടെ കുറച്ച് കാര്യം പറയുന്നുണ്ട്. ഡിസീസ് വിച്ച് ആർ എക്സിസ്റ്റിംഗ് ഏർലിയർ ആർ നോട്ട് കവേർഡ് അണ്ടർ ഹെൽത്ത് ഇൻഷുറൻസ് റൈറ്റ് ടുഡേ. ശരിയായ രീതിയിൽ നമുക്ക് നിലവിലുള്ള രോഗങ്ങള് അതിന് എന്ത് കിട്ടുന്നില്ല, ഈ കവറേജ് കിട്ടില്ല. ഇനി ലൈഫ് ലോങ് ഡിസീസ്. ഇനി ഇവിടെ നോക്കിയേ, സം പ്ലാൻസ് ഡു നോട്ട് പ്രൊവൈഡ് കവർ ഫോർ ഹൈ ബ്ലഡ് പ്രഷർ ആൻഡ് ഡയബറ്റീസ്. ചില പ്ലാന് എന്ത് ചെയ്യുന്നില്ല, ഹൈ ബ്ലഡ് പ്രഷർ, ബി പി ഉള്ള അതൊക്കെ ഇന്നും വേണ്ട അല്ലെ. അതിന് പിന്നെ നമുക്ക് ട്രീറ്റ്മെന്റ് ടാബ്ലറ്റ്സ് ഒക്കെ തന്നെ കഴിക്കേണ്ടി വരും. ഡയബറ്റീസ്, പിന്നെ അതുപോലെ തന്നെ പ്രമേഹമുള്ളവര് അല്ലെ, ഷുഗർ ഉള്ള അവർക്ക് അങ്ങനെയുള്ളവരൊന്നും കിട്ടില്ല. വൈൽ അതർ എന്നാൽ ചിലതിനുണ്ട്. നോക്കിയേ, ദ ഇൻഷുറർ will provide a duration after which the claim for the pre-existing health condition can be made. ഇനി ഉണ്ടല്ലോ, അപ്പൊ ചില രോഗങ്ങൾക്ക് നിലവിലുള്ള പ്രീ എക്സിസ്റ്റിംഗ് ഹെൽത്ത് കണ്ടീഷൻസിന് ചില ഹെൽത്ത് ഇൻഷുറൻസുകൾ കവറേജ് കൊടുക്കില്ല. ഇനി ചില രോഗങ്ങളുണ്ട്, അവരുണ്ടല്ലോ അതിനൊരു വെയിറ്റിംഗ് പീരീഡ് പറയും. ഉണ്ടോ, the insurer will provide a duration, or a duration പറയും, after which the claims for the pre-existing health condition can be. ഞാൻ പറയാം, the waiting period depends on insurer. ആ ഇൻഷുറർ ആ കമ്പനിനെ ഡിപ്പെൻഡ് ചെയ്തിരിക്കും ആ വെയിറ്റിംഗ് പീരീഡ്. ഏത് ഇൻഷുറൻസ് ആണ് നമ്മൾ എടുക്കുന്നത് അതിനെ ബേസ് ചെയ്ത് ഒരു വെയിറ്റിംഗ് പീരീഡ് കൊടുക്കും. ബിറ്റ്വീൻ സാധാരണയായിട്ട് 12 മുതൽ 48 മന്ത്സ്, അതായത് ഒരു 4 വർഷമൊക്കെ. അതെന്താണെന്നറിയോ, അപ്പൊ നമുക്ക് നേരത്തെയുള്ള രോഗങ്ങൾക്ക് കിട്ടില്ല എന്ന് പറഞ്ഞില്ലേ. ഇപ്പൊ ഡയബറ്റീസ് പേഷ്യന്റ് ആണ്, അവർക്ക് കൊടുക്കാൻ പറ്റില്ല, ഓൾറെഡി അവർക്കുള്ള അസുഖമല്ലേ, ബി പി, അങ്ങനെയുള്ളതിന് കവറേജ് കൊടുക്കില്ല. ഇനി ചില ഈ ഹെൽത്ത് ഇൻഷുറൻസ് എന്ത് ചെയ്യുന്നോ ഒരു വെയിറ്റിംഗ് പീരീഡ് അങ്ങ് കൊടുക്കും. അതായത് ഇത്ര കാലയളവിൽ ഇപ്പൊ നമ്മള് ഈ ക്ലൈം ഒക്കെ ഇൻഷുറൻസ് എടുത്തല്ലോ, അപ്പൊ ആ ഒരു വർഷത്തില് 2 വർഷത്തിനുള്ളിൽ ആ ക്ലൈം എടുക്കുന്നതിന് മുന്നേ നമ്മള് ഈ 2 വർഷത്തിനുള്ളിൽ, അതായത് 1 വർഷത്തിനുള്ളിൽ ഇത്ര കാലയളവില് ഈ രോഗം വന്നിട്ടില്ല, അങ്ങനെയാണെങ്കിൽ നമുക്ക് കുഴപ്പമില്ല. അതിനുശേഷം വരികയാണെങ്കിൽ, ഇപ്പൊ 2 വർഷമാണ് വെയിറ്റിംഗ് പീരീഡ് പറയണെങ്കിൽ, അതിനുശേഷം നമുക്ക് എന്താ പറയാ, അതിനുശേഷം അസുഖം വന്നു കഴിഞ്ഞാൽ അവര് കവറേജ് കൊടുക്കും. ആ വെയിറ്റിംഗ് പീരീഡിൽ കിട്ടില്ല. അതാണ്, അതായത് ഇപ്പൊ ഒരു വർഷമാണ് അവർ വെയിറ്റിംഗ് പീരീഡ് പറയുന്നെങ്കിൽ, ആ 1 വർഷത്തിനുള്ളിൽ ഡയബറ്റീസിൻ്റെതായിട്ടുള്ള ലക്ഷണങ്ങളൊന്ന് ഹോസ്പിറ്റലൈസ്ഡ് ആയിട്ടില്ലെങ്കിൽ കുഴപ്പമില്ല. ഹോസ്പിറ്റലൈസ്ഡ് ആവാൻ പാടില്ല, ഹോസ്പിറ്റലൈസ്ഡ് ആയിട്ടില്ലെങ്കിൽ കുഴപ്പമില്ല. അപ്പൊ ആ 1 വർഷമായിട്ട് അയാൾക്ക് ഡയബറ്റീസ് ഇല്ലല്ലോ, വെയിറ്റിംഗ് പീരീഡിൽ ഇല്ലല്ലോ അല്ലെ. ഇനി ആ 1 വർഷം കഴിഞ്ഞിട്ട് വരികയാണെങ്കിൽ എന്തായാലും എന്ത് ചെയ്യണം, അത് കഴിഞ്ഞിട്ടാണെങ്കിൽ ഇൻഷുറൻസ് കമ്പനി കവറേജ് കൊടുക്കണം. മനസ്സിലായോ എന്താ അവിടെ ഉദ്ദേശിക്കണേന്നുള്ളത്, വെയിറ്റിംഗ് പീരീഡിന്റെ കാര്യം. ആ ഒരു വെയിറ്റിംഗ് പീരീഡ് നമ്മൾ 2 വർഷമാണ് കമ്പനി പറയണെങ്കിൽ, ആ 2 വർഷത്തിനുള്ളില് നമുക്ക് അതിൻ്റെതായ ലക്ഷണങ്ങളൊക്കെ വന്ന്, ഇന്ന അസുഖത്തിന്റെ ലക്ഷണങ്ങൾ വന്ന് ഹോസ്പിറ്റലൈസ്ഡ് ആയിട്ടില്ലെങ്കിൽ കുഴപ്പമൊന്നുമില്ല. അതായത് അതിനുശേഷം വരികയാണെങ്കിൽ, ആ 2 വർഷത്തിന് അയാൾക്ക് അങ്ങനെ ഒരു സംഭവം ഉണ്ടാവാൻ പാടില്ല, ആ വെയിറ്റിംഗ് പീരീഡിൽ ഉണ്ടാവാൻ പാടില്ല. അതിനുശേഷം വരികയാണെങ്കിൽ, അത് കഴിഞ്ഞിട്ടാണെങ്കിൽ ഈ ഇൻഷുറൻസ് എടുത്തതിന് ശേഷം അത് അവർ ആ വെയിറ്റിംഗ് പീരീഡ് പറയും. അല്ലാതെ ഇപ്പൊ ഇന്ന് ഇൻഷുറൻസ് എടുത്ത് നാളെ എനിക്ക് അത് വന്നു കഴിഞ്ഞാൽ പറ്റുമോ? കമ്പനിക്ക് നഷ്ടല്ലേ, അയാൾക്ക് ഓൾറെഡി അസുഖം ഉള്ളതല്ലേ അല്ലേ. അപ്പൊ അത് പറ്റൂല. അതാണ് അവർ ആ വെയിറ്റിംഗ് പീരീഡ് പറയുന്നത്. അത് ഓരോ ഹെൽത്ത് ഇൻഷുറൻസിനെ ബേസ് ചെയ്ത് സാധാരണ 12 മുതൽ 48 മന്ത്സ് എന്ന് പറഞ്ഞിട്ട് 4 വർഷം വരെ. അപ്പൊ ആ വർഷത്തിനുള്ളില് അവര് പറയുന്ന വെയിറ്റിംഗ് പീരീഡിനുള്ളില് അതിൻ്റെതായ ഇപ്പൊ ഡയബറ്റീസിൻ്റെതായിട്ടുള്ള ലക്ഷണങ്ങൾ വന്ന് ഹോസ്പിറ്റലൈസ്ഡ് ആയിട്ടില്ലെങ്കിൽ കുഴപ്പമില്ല. അപ്പൊ അയാൾക്ക് ഇല്ലല്ലോ, 4 വർഷമായിട്ട് ആ രോഗം ഇല്ലല്ലോ, അങ്ങനെയല്ലേ പറയാൻ പറ്റുള്ളൂ നമുക്ക് അല്ലെ. 4 വർഷമായിട്ട് അയാൾക്ക് ഒരു കുഴപ്പമില്ലാത്ത ആളായിരുന്നു. അപ്പൊ ആ വെയിറ്റിംഗ് പീരീഡ് അത് കഴിഞ്ഞിട്ട് അയാൾക്ക് അസുഖം വരികയാണെങ്കിൽ കമ്പനി കൊടുക്കണം. തീർച്ചയായിട്ടും കമ്പനി എന്ത് ചെയ്യണം, കവറേജ് കൊടുക്കും. മനസ്സിലായില്ലേ പിള്ളേരെ? അപ്പൊ ഏതാണ് പ്രീ എക്സിസ്റ്റിംഗ് ഹെൽത്ത് കണ്ടീഷൻ, അതിന് കവറേജ് കൊടുക്കുക. അതൊന്ന് അണ്ടർലൈൻ ചെയ്തോട്ടോ. ഹെഡിങ്
The insurer, the insurer will provide duration after which claim for the pre-existing health condition can be made. അതിനാണ് waiting period എന്ന് പറയുന്നത്. Waiting period. ഇനി അടുത്തതാണ് സെൽഫ് ഹാം. സെൽഫ് ഹാം എന്ന് പറഞ്ഞാൽ എന്താ? സെൽഫ് ഹാം നമ്മൾ സ്വന്തമായിട്ട് വരുത്തി വെക്കുന്ന കാര്യം അല്ലെ? സൂയിസൈഡ്. അത് നമുക്ക് ആക്സിഡന്റ് ആണെങ്കിൽ നമുക്ക് അറിയാൻ പറ്റില്ല, അപ്രതീക്ഷിതമായിട്ടാ. സൂയിസൈഡ് എന്ന് പറഞ്ഞാൽ ഇന്ന് ഞാനൊരു ഇൻഷുറൻസ് എടുത്തിട്ട് നാളെ പോയി ഞാൻ സൂയിസൈഡ് ചെയ്യുകയാണെങ്കിൽ ഇൻഷുറൻസ് കമ്പനി കൊടുക്കുവോ? കൊടുക്കുവോ? ഇല്ല. അതായത് എന്താ പറയാ, അവർക്ക് വല്ല ഇൻഷുറൻസ് കമ്പനിക്ക് വല്ല കുഴപ്പമുണ്ട്. അതെന്ന് പറഞ്ഞാൽ നമ്മൾ വരുത്തി വെച്ച കാര്യല്ലേ, അതെടുക്കൂല. സെൽഫ് ഹാം. The health insurance also does not cover any injury or medical issues arising from a person that cause themselves harm. നമ്മൾ സ്വയമായിട്ട് വരുത്തി വെക്കുകയാണെങ്കിൽ അങ്ങനെ വരുന്നതിന് സെൽഫ് ഹാം അതിന് കൊടുക്കൂല. കിട്ടിയ പിള്ളേരെ, ഏതൊക്കെ രോഗങ്ങൾക്ക് കവറേജ് കൊടുക്കില്ല എന്നുള്ളത് അത് ഓരോ പോയിന്റ്സും നോക്കി വെക്കണം കേട്ടോ. എക്സാമിന് ചോദിച്ചിട്ടുണ്ട്, പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പർ ഈ സെക്ഷൻ ഒക്കെ ചോദിക്കണതാ. ഇങ്ങനെയുള്ള കാര്യങ്ങൾക്കൊന്നും ഇൻഷുറൻസ് കവറേജ് കൊടുക്കില്ല. ഇനി അടുത്തത് നോക്കിയേ, ഒരു ചെറിയൊരു ഹെഡിങ് കൂടി ഉണ്ട് അവിടെ. ഡിസീസ് not covered under waiting period. Disease not covered under waiting period. അതായത് വെയിറ്റിംഗ് പീരീഡിൽ കവർ ചെയ്യാത്ത രോഗങ്ങൾ, ഈ രോഗങ്ങൾക്ക് കവറേജ് കൊടുക്കില്ല വെയിറ്റിംഗ് പീരീഡില്. അതും ഏതൊക്കെ രോഗങ്ങളാണെന്ന് നോക്കണം കേട്ടോ. ഡിസീസ് നോട്ട് കവേർഡ് അണ്ടർ വെയിറ്റിംഗ് പീരീഡ്. അതായത് വെയിറ്റിംഗ് പീരീഡിൽ കവർ ചെയ്യപ്പെടാത്ത രോഗങ്ങള്. അതായത് ഇൻഷുറൻസ് എടുത്ത് ആദ്യത്തെ കുറച്ച് വർഷങ്ങൾ, അതായത് ആ വെയിറ്റിംഗ് പീരീഡ് പറയുന്നുണ്ടല്ലോ, ആ വർഷങ്ങളില് താഴെ പറയുന്ന രോഗങ്ങളുടെ ചികിത്സാ ചെലവുകൾ ഇൻഷുറൻസ് കമ്പനി എടുക്കില്ല. ആ വെയിറ്റിംഗ് പീരീഡിൽ കവർ ചെയ്യപ്പെടാത്ത രോഗങ്ങളാണ് കേട്ടോ. Okay, even though most health insurance plan cover a vast majority of disease, there are some kind of illness which are not covered for a last few years. A waiting period adile coverage ചില രോഗങ്ങൾക്കൊന്നും health insurance coverage കൊടുക്കില്ല. മിക്ക ഡിസീസുകൾക്കും ഹെൽത്ത് ഇൻഷുറൻസ് പ്ലാന് കവറേജ് കൊടുക്കുന്നുണ്ട്. ഇങ്ങനെയുള്ള രോഗങ്ങൾക്ക്, അതായത് വെയിറ്റിംഗ് പീരീഡ് ആണത്, വെയിറ്റിംഗ് പീരീഡ് കൊടുത്തേക്കുന്ന കുറച്ച് രോഗങ്ങളാണ്. അതില് അവര് എന്താണ് കവർ ചെയ്യപ്പെടാത്ത രോഗങ്ങളാണ്. Okay, given below is a list of disease not which are covered under health insurance. Underline ചെയ്തിട്ടേത് disease which are covered under health insurance but come with a waiting period ഉണ്ട്. പക്ഷേ എന്താ പറയാ, അവിടെ ഈ രോഗങ്ങൾക്ക് ആ വെയിറ്റിംഗ് പീരീഡിൽ അവരുടെ കവറേജ് കൊടുക്കല്ലാത്തതാണത്. അതും ആ പേരുകളൊന്ന് നോക്കി വെക്കുക കേട്ടോ. ഗ്യാസ്ട്രോ ഇൻഡസ്റ്റിനൽ അൾസേഴ്സ്. ഗ്യാസ്ട്രോ ഇൻഡസ്റ്റിനൽ അൾസേഴ്സ് എന്ന് വെച്ചാൽ എന്താ? നമ്മുടെ ആമാശയത്തിലോ നമ്മുടെ അതിന്റെ ഉൾഭാഗത്തോ ഒക്കെ ചെറുകുടലിലോ ഒക്കെ രൂപം കൊള്ളുന്ന ചെറിയ മുറിവുകളാണ് അൾസറുകൾ. വ്രണങ്ങളോ ചെറിയ മുറിവുകളോ ഇതിനോ അൾസർ. ഗ്യാസ്ട്രോ ഇൻഡസ്റ്റിനൽ ആണ്. ഗ്യാസ്ട്രോ എന്ന് പറയുമ്പോൾ അറിയാലോ, വയറുമായിട്ട് ബന്ധപ്പെട്ട ആമാശയം അതുമായിട്ട് ബന്ധപ്പെട്ട് വരുന്ന ചെറുകുടലിന്റെ ഒക്കെ ഉള്ളിലൊക്കെ രൂപം കൊള്ളുന്ന നല്ല പെയിൻഫുൾ ആയിട്ടുള്ള ചെറിയ വ്രണങ്ങളോ മുറിവുകളോ ആണ് അതിന് കൊടുക്കണം. Any form of fistula. ഇനി എന്താണ്? ഏത് ഫോം ആണെങ്കിലും ഫിസ്റ്റുല നമ്മൾ ഏതാണ്? ഫിസ്റ്റുല ഗ്രാഫ്റ്റ് ഒക്കെ ഡയാലിസിസ് പഠിച്ചില്ലേ, സർജിക്കൽ കണക്ഷൻ പഠിച്ചില്ലേ? അപ്പൊ അങ്ങനെയുള്ള ഇതിന് കൊടുക്കില്ല, എനി ഫോം ഓഫ് ഫിസ്റ്റുല. ദെൻ അടുത്ത നോക്കിയേ, മൂന്നാമത്തെ എന്താ? benign prostrate hypertrophy. Benign prostrate hypertrophy. അതായത് അവിടെ BPH എന്ന് പറയൂട്ടോ. അത് BPH നമ്മുടെ പോസ്ട്രേറ്റ് ഗ്ലാൻഡ്, ആ പോസ്ട്രേറ്റ് ഗ്ലാൻഡിന്റെ വലിപ്പം കൂടുന്ന അവസ്ഥയാണ്. പോസ്ട്രേറ്റ് ഗ്ലാൻഡ് എന്ന് കേട്ടിട്ടുണ്ടോ? അതായത് നമ്മള് ഈ സെക്ഷൽ
പുരുഷന്മാരിലെ ആ പ്രത്യുൽപാദന വ്യവസ്ഥയിലെ ആ ഒരു പ്രധാനപ്പെട്ട ഗ്ലാൻഡ് ആണ് അത് പോസ്ട്രേറ്റ് ഗ്ലാൻഡ് എന്ന് പറയുന്നത്. അപ്പൊ അങ്ങനെ നമ്മുടെ ആ സ്പേംസ് ഒക്കെ ഇല്ലേ, ബീജം, അതിന്റെയൊക്കെ ചലിക്കുന്നതിന് ആവശ്യമായിട്ടുള്ള ഫ്ലൂയിഡ്സ്, ദ്രാവകം ഒക്കെ ഉത്പാദിപ്പിക്കുന്ന ഗ്രന്ഥിയാണ് പോസ്ട്രേറ്റ് ഗ്ലാൻഡ് എന്ന് പറയുന്നത്. അപ്പൊ ആ പോസ്ട്രേറ്റ് ഗ്ലാൻഡിന്റെ വലിപ്പം കൂടുന്ന ഒരവസ്ഥയാണ് ബെനൈൻ പോസ്ട്രേറ്റ് ഗ്ലാൻഡ് ഹൈപ്പർട്രോഫി എന്നാണ്. അപ്പൊ അതിന്റെ വലിപ്പം കൂടാണ്, പോസ്ട്രേറ്റ് ഗ്ലാൻഡിന്റെ വലിപ്പം കൂടുന്നതാണ്. ഓക്കെ, അടുത്തതാണ് ഹെമറോയിഡ്സ് ആൻഡ് പൈൽസ്. അത് കേട്ടിട്ട് മൂലക്കുരു എന്ന് കേട്ടിട്ട് പൈൽസ്, ഹെമറോയിഡ്സ് ആൻഡ് പൈൽസ്. ദെൻ ഡിസ്ഫങ്ഷണൽ യൂറ്ററൈൻ ബ്ലീഡിങ്, അതായത് ഡിസ്ഫങ്ഷണൽ യൂറ്ററൈൻ ബ്ലീഡിങ്, ഇന്റേണൽ ബ്ലീഡിംഗ് ആണ് കേട്ടോ. ബ്ലീഡിംഗ് ഒക്കെ കൂടുതൽ ആകുന്ന ഒരവസ്ഥ, യൂറ്ററൈൻ ബ്ലീഡിങ്. പിന്നെ അടുത്തതാണ് കാട്രാക്ട്. കാട്രാക്ട് എന്ന് പറഞ്ഞാൽ എന്താ? തിമിരം, കണ്ണിനെ ബാധിക്കുന്ന മൂടൽ പോലെ പ്രായമായതിൽ പറ്റില്ലേ, തിമിരം. പിന്നെ അടുത്തതാണ് ഹെർണിയ. ഹെർണിയ എന്ന് പറഞ്ഞാൽ എന്താ? കുടലിറക്കം, ഹെർണിയ. അഡിക്ഷൻ ട്രീറ്റ്മെന്റ്, അഡിക്ഷൻ പിന്നെ എന്താണ്, ഡ്രഗ് അഡിക്ഷൻ അങ്ങനെയൊക്കെ ഇല്ലേ, അതിനെ മുക്തമാക്കാനായിട്ട് ലഹരി വിമുക്ത ചികിത്സകൾ അങ്ങനെയുള്ളതിനെ കിട്ടില്ല. പിന്നെ അടുത്തത് ഡെന്റൽ ട്രീറ്റ്മെന്റ്. ഡെന്റൽ ട്രീറ്റ്മെന്റുകൾ അൺലെസ് the dental injury result from an accident, എന്തെങ്കിലും ആക്സിഡന്റ് മൂലമൊക്കെ ഉണ്ടാകുന്ന ഡെന്റൽ ഇഞ്ചുറി അങ്ങനെയുള്ളതിന് ഡെന്റൽ ട്രീറ്റ്മെന്റിന് അതിന് കിട്ടില്ല. പിന്നെയാണ് ജെനറ്റിക് ഡിസീസ് ഓർ കൺജീനിയൽ കണ്ടീഷൻസ്. ജെനറ്റിക് ഡിസീസ് പാരമ്പര്യമായിട്ട് ഉണ്ടാകുന്ന രോഗങ്ങളില്ലേ, ഇപ്പൊ ഡയബറ്റീസ്, ഇതൊക്കെ പാരമ്പര്യമായിട്ട് വരുന്ന രോഗങ്ങളാണ്. ജനിതക വൈകല്യങ്ങള് അങ്ങനെയുള്ളതൊക്കെ ജന്മന ഉണ്ടാക്കുന്നത്, കൺജെനിറ്റിനൽ എന്ന് പറഞ്ഞാൽ പാരമ്പര്യമായിട്ടുണ്ടാകുന്ന അല്ലെങ്കിൽ ജന്മന ഉണ്ടാകുന്ന വൈകല്യങ്ങൾ. ഓക്കെ, ജനറ്റിക് പരമായ കാര്യങ്ങൾ അങ്ങനെയുള്ളതൊക്കെ. അങ്ങനെയുള്ളതിനൊന്നും എന്ത് കൊടുക്കുന്നില്ല, ഈ ഹെൽത്ത് ഇൻഷുറൻസ് കവറേജ് കൊടുക്കണില്ല. ആ ഹെഡിങ് ഒന്ന് നോക്കി നിങ്ങള്. ഡിസീസ് നോട്ട് കവേർഡ് അണ്ടർ വെയിറ്റിംഗ് പീരീഡ്. വെയിറ്റിംഗ് പീരീഡില് കവറേജ് കൊടുക്കാത്ത രോഗങ്ങൾ അങ്ങനെ തന്നെ ചോദിക്കാട്ടോ. ഹെഡിങ് ഒന്ന് അണ്ടർലൈൻ ചെയ്തിട്ടോ നിങ്ങൾ. എന്നിട്ട് ഏതൊക്കെ രോഗങ്ങളാണെന്നുള്ളത് ഒന്ന് നോക്കിയാൽ മതി. ഗ്യാസ്ട്രോ ഇൻറ്റെസ്റ്റിനൽ അൾസേഴ്സ്, any form of fistula, benign prostrate hypertrophy, hemorrhoids and piles, dysfunctional uterine bleeding, cataract, hernia, addiction treatment, dental treatment, genetic disease. ഇതൊക്കെ എന്താണ്, വെയിറ്റിംഗ് പീരീഡിൽ കവർ ചെയ്യപ്പെടാത്ത രോഗങ്ങളാണ്. ഓക്കെ, കിട്ടിയോ? അതിന് മുന്നേ നമ്മൾ എന്താ പറഞ്ഞേ? ഹെൽത്ത് ഇൻഷുറൻസ് കവറേജിൽ വരാത്തത് അല്ലെ, ഹെൽത്ത് ഇൻഷുറൻസിൽ കവർ ചെയ്യപ്പെടാത്ത, കവറേജ് കൊടുക്കാത്ത രോഗങ്ങളാണ് കേട്ടോ അതിന്റെ മുന്നുള്ളത്. അപ്പൊ അത് രണ്ടും നോക്കുക. അതിന്റെ രണ്ടെണ്ണത്തിന്റെയും നിങ്ങൾ ആ പോയിന്റ്സുകൾ മാത്രം നോക്കിയാൽ മതി. എക്സ്പാൻഷൻ ആയിട്ട് എന്താ ഡീറ്റെയിൽ ഒന്നും നോക്കണ്ട. ഏതൊക്കെ രോഗങ്ങൾക്ക് കവറേജ് കൊടുക്കുന്നില്ല, അത്രയേ ഉള്ളൂ. അപ്പൊ അത് രണ്ടും ഇമ്പോർട്ടന്റ് ആണ് കേട്ടോ. ഇനി നമുക്ക് അടുത്തത് പഠിക്കാനുള്ളത് ടൈപ്പ് ഓഫ് ഹെൽത്ത് ഇൻഷുറൻസ് ആണ്. അടുത്ത ക്ലാസ്സിൽ നോക്കാം ഏതൊക്കെ ടൈപ്പാണ്, പല ടൈപ്പ് ഹെൽത്ത് ഇൻഷുറൻസുകൾ ഏതൊക്കെയാണെന്നുള്ളതാണ് അടുത്ത ക്ലാസ്സിൽ പഠിക്കാനുള്ളത്. കുറച്ച് എളുപ്പമുള്ള ചാപ്റ്റർ ആണ്. നമ്മൾ അതിന്റെ കുറെ കാര്യം ESA അങ്ങനെയുള്ള കുറെ കാര്യങ്ങള്, ബജാജ് അലയൻസിന്റെ ഹെൽത്ത് ഇൻഷുറൻസ് പ്ലാൻ എങ്ങനെയാണ് അങ്ങനെയുള്ളതൊക്കെ നമുക്ക് അവിടെ പഠിക്കാനുണ്ട്. അപ്പൊ നമുക്ക് കുറച്ചേ മിസ് എടുക്കണുള്ളൂ കേട്ടോ. ഒരുപാടൊന്നും എടുത്തിട്ടില്ല. 2 പേജ് ഒരു 2 പേജോളൊക്കെ എടുത്തിട്ടുള്ളൂ. നിങ്ങൾ എടുക്കുന്ന അത്രയും മനസ്സിലാക്കി വെക്കാം. കറക്റ്റ് ആയിട്ട് ഇത് തരുന്ന മോക്ക് ടെസ്റ്റുകളും ചെയ്യാം കേട്ടോ. ഓക്കെ. പിന്നെ എന്താണ്, നിങ്ങൾ എന്തൊക്കെയോ പരിപാടികളൊക്കെ നടത്തുന്നുണ്ട് എന്ന് ആതിര മിസ് ഇവിടെ പറയണ്ടായിരുന്നു. ഞാൻ പറഞ്ഞു കുട്ടികളൊന്നും എന്റെ അടുത്തൊന്നും ഷെയർ ചെയ്തില്ലല്ലോ എന്ന് പറഞ്ഞു. പിന്നെ ഞാൻ അധികം നിങ്ങളുമായിട്ട് ഒരുപാട് സംസാരിക്കാൻ നിൽക്കാത്തതുകൊണ്ടായിരിക്കും, വേറൊന്നും കൊണ്ടല്ല, നിങ്ങൾക്കറിയാലോ.
ഓൾറെഡി നമ്മുടെ പോർഷൻസ് നമുക്ക് അവിടെ ഉണ്ട്. അത് കറക്റ്റ് ആയിട്ട് ക്ലാസ്സുകൾ പഠിക്കുക, പോർഷൻസ് കവർ ചെയ്യുക. അതിനുശേഷം നമുക്ക് സമയം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് റിവിഷൻ തന്നെ. അതാണ് നമ്മുടെ ഒരു കാര്യം. നിങ്ങൾക്ക് എത്രത്തോളം റിവിഷൻ തരാം അത്രയും നിങ്ങൾക്ക് ഹെൽപ്ഫുൾ ആയിരിക്കും. പ്രത്യേകിച്ച് തേർഡ് ഫോർത്ത് മൊഡ്യൂളും അത് ഇത്തിരി വലിയ ചാപ്റ്റേഴ്സാണ്. അപ്പൊ നമുക്ക് മാക്സിമം നിങ്ങൾ മിസ്സിന്റെ അവർ ആണ് അതെങ്ങനെയാന്ന് നോക്കട്ടെ കേട്ടോ. നിങ്ങൾ വെള്ളിയാഴ്ച എത്രയും 11:00 നോക്കണ്ടല്ലേ പറഞ്ഞേക്കുന്നേ. എങ്ങനെയാന്ന് എനിക്ക് അറിഞ്ഞൂടാ. മിസ്സിന് ക്ലാസ് ഉണ്ട്, ഓൾറെഡി PG ഉണ്ട് അവിടെ. പിന്നെ നിങ്ങളുടെ ക്ലാസ്സും ആണ് അന്നുള്ളത്. മോർണിംഗ് 2 ക്ലാസ്സും എനിക്കുണ്ട്. നോക്കട്ടെ എങ്ങനെയാന്നുള്ളത്. ആഗ്ര മിസ്സാണ് ഇങ്ങനെ പറഞ്ഞത്. ആ പിള്ളേര് കുറച്ച് ഓണായിട്ട് കുറച്ച് പ്രോഗ്രാംസ് ഒക്കെ അവിടെ പ്ലാൻ ചെയ്യുന്നുണ്ട്. അപ്പൊ ഞാൻ പറഞ്ഞു അതെ എന്റെ അടുത്ത് പറഞ്ഞില്ല, ഇനി ഞാൻ ഹെൽത്ത് ഇഷ്യൂ ഒക്കെ ആയതുകൊണ്ട് പിള്ളേര് പറയാത്തതാണോ എന്ന് എനിക്ക് അറിഞ്ഞൂടാ എന്ന് പറഞ്ഞു. അപ്പൊ ഞാനത് ജസ്റ്റ് ഒന്ന് സമയം കിട്ടിയപ്പോ ചോദിച്ചെന്നുള്ളൂ. എന്തായാലും നിങ്ങള് പ്രോഗ്രാംസും കാര്യങ്ങളൊക്കെ നിങ്ങൾ ഓക്കെ തയ്യാറാവുക. എല്ലാവരും പാട്ടും എന്തൊക്കെയാ നമുക്ക് ഈ ഓൺലൈനിന്റെ ലിമിറ്റേഷൻസിൽ നിന്നുകൊണ്ട് ഡാൻസ് ഒക്കെ ആണെങ്കിലും വീഡിയോ ഓൺ ആക്കിയാലും നമുക്ക് കാണാലോ. എന്തൊക്കെയാ പ്രോഗ്രാംസ് എന്ന് വെച്ചാൽ നിങ്ങളൊക്കെ അത് നോക്കാം കേട്ടോ. എങ്ങനെയാന്ന് വെച്ചാൽ നമുക്ക് ചെയ്യാം. ഇനിയിപ്പോ എന്തായാലും നാളെ മിസ് വരുമല്ലോ. ഓക്കെ, മിസ് വന്നെന്ന എന്നോട് സ്നേഹമുള്ള കുട്ടികളുണ്ട് അല്ലേ? മിസ് വന്നതൊക്കെ പറഞ്ഞിട്ടുണ്ട് കേട്ടോ. നോക്കട്ടെ കേട്ടോ. എന്തായാലും നിങ്ങളുടെ ക്ലാസ് നമുക്ക് മിസ് ചെയ്യാൻ പറ്റില്ലല്ലോ. നോക്കട്ടെ, എനിക്കും ആഗ്രഹമില്ലേ നിങ്ങളുടെ പ്രോഗ്രാംസും കാണണം എന്നൊക്കെ. ഓക്കെ, നോക്കട്ടെ കേട്ടോ. ഇപ്പൊ നെക്സ്റ്റ് മാം ജോയിൻ ചെയ്യും കേട്ടോ. ഓക്കെ, പിന്നെ അത് വായിച്ചു നോക്കാം. ഉറപ്പായിട്ടും ഞാൻ ഇവിടെ ഉണ്ടെങ്കിൽ എന്തായാലും വരും. ഇപ്പൊ കുഴപ്പമൊന്നുമില്ല. ഓക്കെ.